ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് ഉറക്കെ വായിക്കുന്നവർ സഭയിൽ ഉണ്ടാകും. 2 തെസ്സലോനിക്യ ലേഖനം 2 അധ്യായം 14-15 വേദഭാഗങ്ങളൊന്ന് ഉറക്കെ എല്ലാവരും കേൾക്കെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ അനുഗ്രഹമായിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കോന്നി ഇഞ്ചപ്പാറ AG സഭയുടെ ആഭിമുഖ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ താല്പര്യപ്പെട്ട് ആ ഭാഗങ്ങളിൽ പകല് മുഴുവൻ പരസ്യ സുവിശേഷീകരണം, പരസ്യയോഗങ്ങളും വൈകുന്നേരത്ത് ഒരു മുറ്റം കൺവെൻഷനായും ക്രമീകരിച്ചു. ആ പരസ്യയോഗങ്ങൾ കോന്നിയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ ചലനം ഉണ്ടാക്കി. സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ആ കൂടൽ ജംഗ്ഷനിലൊക്കെ നടത്തിയ യോഗം ദേശത്ത് വലിയ ചലനം ഉണ്ടാക്കി. അതിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ പങ്കെടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു താല്പര്യം, ചാച്ചിപ്പുന്ന ഭാഗത്തും സുവിശേഷം വിതറപ്പെടണം, വിളംബരം ചെയ്യണം എന്നുള്ള താല്പര്യം അവരുടെ ഉള്ളിൽ ജനിച്ചാണ് ഇന്ന് പകലിൽ മുഴുവൻ ഇവിടെയുള്ള പല ഗ്രാമപ്രദേശങ്ങളിലും ജംഗ്ഷനുകളിലും പരസ്യമായി കർത്താവിനെ ഉയർത്താൻ ദൈവം അവസരം നൽകി. ഉണ്ണികൃഷ്ണൻ പാസ്റ്ററുടെ സാക്ഷ്യം ദേശത്ത് മാറ്റൊലി കൊണ്ടു. സിയാദ് മുഹമ്മദിൻ്റെ സാക്ഷ്യം വിളംബരം ചെയ്തു. എൻ്റെ അനുഭവത്തോട് ചേർന്ന് ഞാനും സംസാരിച്ചു. അങ്ങനെ ദേശത്തെല്ലാം സുവിശേഷം മുഴങ്ങിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന്. ഞങ്ങളുടെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് പേര് കൂടുന്ന കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ കിട്ടാത്ത ഒരാത്മസന്തോഷവും, നല്ല നാട്ടുഭാഷ പറഞ്ഞാൽ ഇന്ന് രാത്രിയിലെ ഉറക്കത്തിനൊരു സുഖമുണ്ടാവും. കവലയിൽ കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തെരുവുകളിൽ കർത്താവിൻ്റെ നാമവുമായി ഇറങ്ങുന്നത്. അതിലേറെ സന്തോഷം തോന്നി ഒരു വസ്തുത പറയാതെ വചനത്തിലേക്ക് കയറാൻ ഒക്കത്തില്ലെന്നുള്ളത് കൊണ്ട് മാത്രം പറയുക. ഞങ്ങളെ ടീമായിട്ട് പല ചർച്ചിലെയും വിശ്വാസികൾ, ചില അച്ചായന്മാരോ കുടുംബങ്ങളോ അവരുടെ ആഗ്രഹം കൊണ്ട് പറയും, പാസ്റ്ററേ ഞങ്ങളുടെ ദേശത്ത് വന്നൊരു യോഗം നടത്തണം, നിങ്ങൾ ടീമായിട്ട് പരസ്യങ്ങൾ നടത്തണം. ഞാൻ ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനോട് അനുവാദം മേടിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങൾ ഇന്ന ദിവസം വരണമെന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കും. അപ്പം ആര് ക്ഷണിച്ചാലും നമ്മൾ പറയുന്നൊരു കാര്യം, ശുശ്രൂഷകൻ അറിഞ്ഞ് വിളിക്കാവൂ, അല്ലാതെ ആരുടെയും വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട പലയിടത്തും ഞങ്ങൾ ടീമായി പോയിട്ടുണ്ട്. പക്ഷേ പല സ്ഥലത്തും ഞങ്ങൾ രാവിലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പാസ്റ്റർ എന്തെന്ന് ചോദിക്കുമ്പോൾ പറയും, പാസ്റ്റർ ഒരു അത്യാവശ്യത്തിന് പോയതാ, നിങ്ങൾ നടത്തിക്കോളാൻ പറയും. ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ശുശ്രൂഷകനായ ഏരിയ പോലും കാണുന്നത്. ഇനി പേടിച്ചിട്ടാണോ, ഇനി ഇത് ഇത്തിരി അലർജിയുള്ള ജോലി വല്ലതും ആയോണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ കാണാറില്ല. പലയിടത്തും ഞങ്ങളത് പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് വളരെ അതിശയം തോന്നിയതും സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ സഭയിലെ കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രി കെട്ടിപ്പറക്കി സ്ഥലം മാറാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ഇവിടുന്ന് പോവുക. ഇനി ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വം ചെയ്ത് ഇതൊന്നും നടത്തേണ്ട ആവശ്യം മാനുഷികമായ നിലയിലില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസൻ ഇന്ന് ഈ പരസ്യങ്ങളോടൊപ്പം സഞ്ചരിച്ചു. ഈ സുവിശേഷ യോഗം നടത്താൻ വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. നല്ല കാഴ്ചപ്പാട് കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം ഇനി പോകുന്ന ഇടത്തും അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മറ്റൊരു സന്തോഷം, ഈ പരസ്യയോഗത്തിൽ ഇന്ന് വന്നവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാടും പുനലൂർ ഭാഗത്തുമായിട്ടാണ്. ഈ ഭാഗങ്ങൾ ഇന്ന് പകല് വെന്തുരുകുന്ന ചൂടിൻ്റെ അകത്ത് ഞാൻ നിറഞ്ഞ മനസാക്ഷിയോടെ പറയുക,
ഈ പരസ്യത്തിൽ സംബന്ധിച്ച നല്ലൊരു പങ്കും പ്രായമുള്ള മാതാപിതാക്കളായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ 1 മണിക്കൂർ പ്രസംഗിച്ചെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങളെക്കാൾ വലിയ കിരീടം നിങ്ങൾ പ്രാപിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഈ തണ്ടും തടിയും ആരോഗ്യവും ഒക്കെ ഉള്ള അനേകർക്ക്, ചിലരൊക്കെ സഞ്ചരിക്കുന്ന ഇറച്ചിക്കടയായിട്ടാണ് നടക്കുന്നത്, മസിലുമൊക്കെ പെരുപ്പിച്ച് അല്ലേ. വല്ല കഥയുണ്ടോ? കർത്താവിന് വേണ്ടി 10 മിനിറ്റ് റോഡിലിറങ്ങി നിൽക്കാൻ പറ്റാതെ മസിൽ ഉരുട്ടി പിടിച്ച് സഞ്ചരിക്കുന്ന ഇറച്ചിക്കടയായി കക്ഷത്തിലെന്തോ ഇരിക്കുന്ന പോലൊക്കെ അങ്ങനെ ഒന്ന് നടന്നു പോകും. ഇതൊന്നും വലിയ കഥയില്ലെന്നും ഈ പ്രായമായ അപ്പച്ചന്മാര്, പിതാക്കന്മാര്, അമ്മച്ചിമാര് എത്ര കൊടും ചൂടിൻ്റെ അകത്ത് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി റോഡിലിറങ്ങി നിന്നത് ഞങ്ങളുടെ മനസ്സ് നിറച്ചു. ആ സന്തോഷം അങ്ങ് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കടന്നു വന്ന എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അവരെ ദീർഘായുസോടെ ആരോഗ്യത്തോടെ നടത്തട്ടെ എന്ന് ഞാൻ കർത്താവിൽ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനി വരാൻ പറ്റാത്ത ചിലർ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. അതും ഒരു ശുശ്രൂഷയാണ്. ആമേൻ. അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ക്രമീകരിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച സഹോദരിമാർ അടുക്കളയിൽ രാവുപകൽ നിന്നവരുണ്ടാകാം. ഇനിയിപ്പോൾ അല്ല ഓർഡർ ചെയ്തതാണോ ഒന്നും നമുക്കറിയത്തില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, എങ്ങനെയായാലും അത് വെച്ചു വിളമ്പാൻ ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കാണിച്ച ആവേശം, അതെല്ലാം ഞങ്ങൾ ഈ പല സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ഈ വിവിധ തരത്തിലുള്ളതിനെ കാണാം. എന്നാൽ ചിലത് സന്തോഷത്തോടെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആമേൻ. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി മുൻകൈ എടുത്ത് നിന്ന് എല്ലാവരും നല്ല ഭക്ഷണം, നന്നായിട്ട് പായസം ഉൾപ്പെടെ ഒരു ദൈവദാസന്മാരെയൊക്കെ എങ്ങനെ സ്വീകരിക്കണമോ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നിങ്ങൾ കരുതി ദൈവസഭയെ തീർച്ചയായിട്ടും ഞങ്ങൾ ടീമായി അതിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും കർത്താവ് അനുവദിച്ചാൽ ഈ ദേശത്ത് സുവിശേഷ യോഗങ്ങൾ നടക്കട്ടെ. പുന്നല ജംഗ്ഷനിലും ചാച്ചിപ്പുന്നലും ഒക്കെ വളരെ ആളുകൾ ശ്രദ്ധയോടെ നിന്ന് ഈ സുവിശേഷം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് മഹത്വം. ഈ ദേശത്ത് വിതയ്ക്കപ്പെട്ട വിത്തുകളൊക്കെ അതിൻ്റെ ഫലമായി ഇന്നല്ലെങ്കിൽ നാളെ ദൈവസഭയ്ക്ക് തിരിച്ചു കിട്ടാൻ ഇടവരും. ദൈവവചനം, സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത ഇൻസ്റ്റന്റ് വിടുതലല്ല. സുവിശേഷത്തിൻ്റെ പ്രത്യേകത രാവിലെ ചക്കക്കുരു കൊണ്ട് നട്ടു വൈകിട്ട് ചക്ക പറിക്കുന്ന പരിപാടിയല്ല. നീ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെ എറിയുക, ഏറിയ കാലം കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്നാണ്. ആമേൻ. അധിക കാലം കഴിയും മുമ്പേ ചില ആത്മാക്കളായി ദൈവസഭയ്ക്ക് അത് തിരിച്ചു കിട്ടും. കർത്താവിൻ നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അധികം വർദ്ധിച്ചു വരുവാൻ ഇടയാകട്ടെ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ നിലയിൽ ഇനിയും സുവിശേഷ യോഗങ്ങൾ നടക്കട്ടെ. തുടർന്ന് ഈ സഭയിൽ ചാർജ് എടുക്കുന്ന ദൈവദാസനും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വായിച്ച തിരുവചനത്തോട് നീതി പുലർത്തണമല്ലോ. അതുകൊണ്ട് വേഗത്തിലേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ അഥവാ ദൈവം ഞങ്ങളുടെ അഥവാ അപ്പോസ്തലന്മാരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ അഥവാ സഭയെ രക്ഷയിലേക്ക് വിളിച്ചത്. കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ഞാൻ പറയുന്നത് എന്താണ്? ഇവിടെ ഞങ്ങൾ, നിങ്ങൾ എന്നുള്ള 2 അഡ്രസ്സ് നമുക്ക് കാണാം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സുവിശേഷകന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ഒക്കെ നാവിൽ കൂടി സുവിശേഷം വിളംബരം ചെയ്ത് നിങ്ങളെ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തോട്ട് വന്ന തെസലോനിക്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെപ്പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെപ്പോലുള്ളവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം വിളിച്ചല്ലോ. അതാണല്ലോ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, കർത്താവേ അങ്ങനെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ നിങ്ങളെ വിളിച്ചല്ലോ. ആ വിളിച്ചതിന് 9 ഉദ്ദേശമില്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. നിങ്ങളുടെ സന്തോഷം പോരാ. നമ്മെ കർത്താവ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിച്ചതിന്
9 ഉദ്ദേശമില്ല, ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അധികം താമസം വിന വാനമേഘ കാഹളനാദം മുഴക്കിക്കൊണ്ട് യേശു ക്രിസ്തു വെളിപ്പെട്ടു വരാനുള്ള ദിനങ്ങൾ ആഗതമായി കൊണ്ടിരിക്കുകയാണ്. നമ്മള് സാധാരണ ആരാധനയ്ക്ക് പാടുന്ന പാട്ടിന്റെ ഒരു വരിയുണ്ട്, എന്തെന്നറിയാമോ? ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തും കൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിടാം. എന്തിന്? മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. ശ്രദ്ധിച്ച്, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നാസ പുറത്തുവിട്ടൊരു വാർത്ത, സൂര്യന്റെ ഒരു കഷണം ഇളകി ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ ഭൂമിക്ക് എന്തെങ്കിലും ഭവിക്കുമോ എന്ന് അവർ ചർച്ച നടത്തിക്കൊണ്ട് സകല സെക്കുലർ മാധ്യമങ്ങളിലും ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ആകാശത്തിൽ ഇളക്കം തട്ടി ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും ചർച്ചകൾ നടത്തിക്കൊണ്ട് പരിഭ്രമിച്ചിരിക്കുമ്പോൾ, ഇന്ന് രാത്രി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന് പരിഭ്രമമില്ല, യഥാർത്ഥമായി രക്ഷാനിർണയം പ്രാപിച്ചവന് ചർച്ചയില്ല. അവനിത് കേൾക്കുമ്പോൾ തെല്ലും കുലുങ്ങത്തില്ല. കാരണം അവനൊരു ഉറപ്പ് പ്രാപിക്കുകയാണ്. യേശു ക്രിസ്തു മേഘാരൂഢനായി വെളിപ്പെടുന്നൊരു ദിനം ഇതാ വാനമേഘ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ട് തൊട്ടേ ഈ ഉപദേശിമാര് കടന്ന് കൂവുന്നു, യേശു വരുന്നു, യേശു വരുന്നു, വർഷം എത്രയായി, ഇനി ഇങ്ങേര് വരാനെങ്ങാണോ എന്ന് ബെന്തിക്കോസുകാർ വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്ത്യകാലത്തെത്തി നിൽക്കുമ്പോൾ പണ്ട് തൊട്ടേ കേൾക്കുന്നെന്ന് പറഞ്ഞ് കളയല്ലേ. കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതിക്കലായി നിൽക്കുകയാണ്. ആ കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നിങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിച്ചത്. അതുകൊണ്ട് പ്രിയ അച്ചായന്മാരെ, അമ്മമ്മമാരെ, ഈ അനുഭവത്തിലേക്ക് തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നത് ഇവിടെ ഒരു കൊച്ചമ്പാനിയാക്കി നിന്നെ മാറ്റാനല്ല. നിന്നെ ഇവിടെ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് നടത്തി തങ്കും താരവും പറയുന്ന പോലെ സൈക്കിളെ വാടാ കാറേ പോകാമെന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കിലല്ല തമ്പുരാൻ വിളിച്ചത്. കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കാനാണ് വിളിച്ചത്. ഹല്ലേലൂയ. ദൈവസഭയോടാണ് ഇത് പറയുന്നത്. എന്നിട്ടോ അത് ഞങ്ങൾക്കറിയാലോ പാസ്റ്ററെ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനാ ഞങ്ങളെ വിളിച്ചതെന്ന്. ഞങ്ങൾക്ക് തെസ്സലോനിക്കക്കാരോട് പറഞ്ഞതുപോലെ ഞങ്ങളോട് പറഞ്ഞു തരണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ട് പൗലോസ് അടുത്തൊരു വാക്യം പറഞ്ഞു, ആകയാൽ അതുകൊണ്ട് സഹോദരന്മാരെ, ആകയാൽ സഹോദരന്മാരെ, എന്താ പറഞ്ഞത്? വായിച്ചേ കുഞ്ഞ്. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. ശ്രദ്ധിച്ചേ. അവ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, കൊട്ടിപ്പാടി, കലപിലപിലാന്ന് എന്തൊക്കെയോ പറഞ്ഞു, തുള്ളിച്ചാടി. മതിയോ? പോരാ. നിങ്ങൾ ഉറച്ചു നിൽക്കണം. അറിഞ്ഞ സത്യത്തിനു വേണ്ടി അന്ത്യത്തോളം നിലനിൽക്കണം. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയത് കൊണ്ട് ആരും മേപ്പോട്ട് പോകുമെന്ന് ചിന്തിക്കരുത്. അറിഞ്ഞ സത്യത്തിനു വേണ്ടി അന്ത്യത്തോളം നിലനിൽക്കണം, ഉറച്ചു നിൽക്കണം. പാതി വഴിക്ക് ഇട്ടേച്ചു പോകുന്ന ഒരുത്തനും ദൈവരാജ്യത്തിന്റെ പടി കാണുകയില്ല. പാസ്റ്റർ പറഞ്ഞതിന് ഇണവാക്യമുണ്ടോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആകാശത്തിൻ കീഴെ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഒന്ന് നിങ്ങൾ ഇളകാതെ, 2 അടിസ്ഥാനപ്പെട്ടവരായി, 3 സ്ഥിരതയുള്ളവരായി, വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും, 4 വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. അല്ലെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ തിരിച്ച് ചോദിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നി നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് കൊണ്ടാൽ
കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിൽക്കത്തില്ലെന്നല്ലേ? അല്ലെ പിന്നെ അങ്ങനെ ഒരു വാക്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പം നിലനിൽക്കണമെന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. ഇതാരോടാ പറഞ്ഞത്? ഇത് ദൈവസഭയോടാ പറഞ്ഞത്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ചില പറമ്പുകൾ കുഴിച്ചെടുക്കുമ്പോൾ ചിലർക്കൊക്കെ പ്രത്യേകിച്ച് എന്ത് കിട്ടാറുണ്ട്? നിധി കിട്ടാറുണ്ടെന്ന് പറയുന്നത് പോലെ ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ കുഞ്ഞുങ്ങളോട് പറയും, വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിധി കുംഭങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരൊറ്റ മാർഗം, ലേഖനങ്ങൾ പഠിച്ചാൽ മതി. ആമേൻ. ശ്രദ്ധിച്ച്, എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഈ പേടിയില്ലേ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ? ഇവിടെ അല്ല, റോഡില്. എന്തിനാ പേടിക്കുന്നേ? ചിലർ പറയും, എന്തെല്ലാം പ്രതിസന്ധികളാണ് വരുന്നേ, എങ്ങനെ നിലനിൽക്കുന്നു? അയ്യോ, ഞാനൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധിയൊക്കെ ലോകത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത രീതിയിലുള്ള തീച്ചൂളകളിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്നു. 2020 ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. ഇന്ന് ഞാൻ ആനന്ദമുള്ളവനായിട്ട് നിൽക്കുന്നു. അല്പം ദിവസങ്ങളൂടെ പിന്നിടുമ്പോൾ പരസ്യമായി അത്തരം കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളത് കൊണ്ട് ഇപ്പം ഒന്ന് തൊട്ടുവിടുന്നേ ഉള്ളൂ. കടന്നു വന്ന വലിയ പ്രതിസന്ധിക്ക് നേരെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. പോയി നിയമ പോരാട്ടത്തിൽ അവസാനം വരെ പോയി. ചുമത്തപ്പെട്ടതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പൂർണ്ണമായ ആ വിഷയത്തിൽ ദൈവിക നീതി വെളിപ്പെട്ട സന്തോഷത്തിൽ നിന്ന് നിൽക്കുക. അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ലൈവിൽ ഞാൻ തന്നെ അതിൻ്റെ ഡോക്യുമെൻസുകളുമായി വരും. ഞാൻ പറഞ്ഞത്, ദൈവത്തെ സേവിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വരത്തില്ലെന്ന് ദൈവവചനം പറയുന്നില്ല പ്രതിസന്ധി. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാചകമുണ്ട് പറയുന്നത്, എന്തെന്നറിയാമോ? കർത്താവേ, അങ്ങ് എന്നെ തെരഞ്ഞെടുത്തതിനായി. എൻ്റെ കർത്താവ് എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, പാട്ടുകാരൻ പാടുന്ന പോലെ, അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേ ഞാൻ നരകമതിലെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൂടെ കൂടെ പറയാറുണ്ട്. എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വീണ്ടെടുത്തു എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുള്ളതിന് എന്താണ് വചനത്തിൽ തെളിവ്? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ സൂസമ്മയും ശോശാമ്മയും ഷമീറും സിയാദും ഒക്കെ ഉണ്ടെന്ന് എന്താ തെളിവ്? നമുക്ക് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു നടക്കാം, ഞാൻ ദൈവമക്കളാ ദൈവമക്കളാ. ആർക്കും പറയാം. കത്തോലിക്കരും പറയാറുണ്ട് അവർ ദൈവമക്കളാണെന്ന്. മർത്തോമക്കാർ പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. വേണ്ട, നമ്മുടെ ചർച്ചിലെ ഒരാൾ റോഡിലിറങ്ങി നാളെ തൊട്ട് പറയുകയാണ്, എൻ്റെ അപ്പനാണ് അംബാനി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ കുറച്ച് നാൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ പുള്ളിയെ മര്യാദയ്ക്ക് ഒരു വണ്ടി വിളിച്ച് എന്ത് ചെയ്യും? ചികിത്സയ്ക്ക് കൊണ്ടുപോകും, മാനസിക പ്രശ്നമാണെന്ന് പറയും, അല്ലേ? പക്ഷേ ഒരു ദിവസം അംബാനി അങ്ങ് പറയുക അതെൻ്റെ മോനാന്ന് പറഞ്ഞാൽ അന്ന് അവൻ്റെ ചരിത്രം മാറും, അല്ലേ? ഇതുപോലെയാ നമ്മളിങ്ങനെ പറയാ, ദൈവമക്കളോ എന്നൊക്കെ പറയാം. കർത്താവിൻ്റെ ഭാഗത്തു നിന്നും കൂടെ പറയണം, അല്ലേ? നമുക്ക് പറയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തെല്ലാം കാണിച്ചാലും നമുക്ക് പറയാം, ഞാൻ ഭയങ്കര ഭക്തനാന്നൊക്കെ പറയാം. പക്ഷെ ദൈവം പറയണം. ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ഞാനൊന്ന് തെളിയിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം വായിച്ചിട്ട് സ്വയം പരിശോധന നടത്തുക. എൻ്റെ പേര് യേശുവിൻ്റെ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിലുണ്ടോ എന്ന് ഒന്ന് വായിച്ചേ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഓക്കെ. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ലോകം ഉണ്ണികൃഷ്ണനെ പറ പകയ്ക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന വല്ലതാണോ ഇത്? കർത്താവ് പറയാന്ന്, ഉണ്ണികൃഷ്ണനെ ലോകം പകയ്ക്കുമ്പോൾ
ഉണ്ണികൃഷ്ണന്റെ ഉള്ളം സന്തോഷിക്കണം. കർത്താവേ, നിന്റെ ലിസ്റ്റിന്റെ അകത്ത് എൻ്റെ പേരുള്ളതിനായി സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില അമ്മാമ്മമാര് കരയാൻ വരുമെന്ന്. അത് കളിയാക്കാൻ പറഞ്ഞതല്ല. കരയരുത്. പുറത്തിറങ്ങുമ്പോൾ എന്തിക്കോസ് പൂന്തിക്കോസ്, അവള് കമ്മലൂരി മാലൂരി, അവള് തുള്ളാൻ നടക്കുക ബൈബിളും കൊണ്ട്, എന്തിനു പോകുന്നതെന്ന് ആർക്ക്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കരയല്ല. കർത്താവേ, നിന്റെ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ നീ തന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിനു കൂടെ ചേർത്ത് വെൽഡ് ചെയ്യാൻ ഒരു ഇണവാക്യം കൂടെ ഞാൻ തരാം. അതിനു മുമ്പ് ഒരു ചോദ്യം. ഇനി മുൻപോട്ട് 1 മണിക്കൂർ 1 മിനിറ്റ് ആയുസ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ തരുന്നെങ്കിൽ, ശ്രദ്ധിച്ചേ, ഇനി അങ്ങോട്ട് ഒരു ദിവസത്തെ ആയുസ് ദൈവം എനിക്ക് തരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം എന്ന് തീരുമാനമുള്ളവർ കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. എന്ന് ആഗ്രഹമുള്ളവർ, അങ്ങനെ ചെയ്യുന്നവർ, അങ്ങനൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ മനുഷ്യരാ, എനിക്കറിയാം. ഇനി അങ്ങോട്ട് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ആയുസ് കൂട്ടി തന്നാൽ ഞാൻ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കുമെന്ന് തീരുമാനമുള്ളവർ കൈവക്കാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മനസ്സിലൊരു ആഗ്രഹമെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. വായിച്ചേ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇപ്പൊ മനസ്സുണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കിയവരെല്ലാം ഒന്നുകൂടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പൊക്കിയവർക്കെല്ലാം എന്തുണ്ടാകും? പറ, ഉറക്കെ പറ. ഉപദ്രവം ഉണ്ടാവും അല്ലേ? ഈ ഉപദ്രവം മാറാനാണ് നമ്മൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. എങ്ങനെയുണ്ട്? നമ്മുടെ പഠനം പോകുന്ന പോക്ക് നോക്കണേ. വിഷയത്തിന്റെ പുറത്ത് കയറിയിരിക്കണം, ബന്ധനം അഴിക്കണം. 3 ദിവസം വിഷയത്തിന്റെ പുറത്ത് കയറിയിരിക്കണം. അങ്ങനെ ഇപ്പൊ പറയുന്നേ. 7 ദിവസം പുറത്ത് കയറിയിരിക്കണം. 7 പുറത്ത് കയറിയിട്ടും 21 പുറത്ത് കയറിയിട്ടും ഒന്നും ബന്ധനം അഴിയുന്നില്ലെന്നാണ് പറയുന്നത്. ചിലരൊക്കെ അന്യഭാഷ പറഞ്ഞ് നാവ് കൊണ്ട് പറഞ്ഞ് ആരാധിച്ചിട്ട് പിന്നെ പറയുന്നത് എൻ്റെ മേലെന്തോ ഒരു ഭൂതമുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഭൂതമാണ് ഇത്രയും കാലം കർത്തൃമേശം എടുത്തതും അന്യഭാഷ പറഞ്ഞതും കൈ കൊട്ടിയതും പാടിയതും എല്ലാം ആരാണ്? ഭൂതമാണ്. എന്തോരം പഠനം എങ്ങോട്ടായി പോകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പിടി കിട്ടുന്നുണ്ടോ? എന്നാൽ ഈ പ്രതികൂലം വരുന്നതും ഉപദ്രവം വരുന്നതും കഷ്ടം വരുന്നതും ലോകം പകയ്ക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് നമ്മൾ കരുതുന്നതാണ് പ്രശ്നം. പകരം ദൈവവചനം പറയുന്നത് ഇതൊക്കെയാണ് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവ്. മനസ്സിലായോ? നമുക്ക് ഉപദ്രവമൊന്നും പറ്റത്തില്ല, അത് മാറിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചിട്ട് ആ കെട്ടങ്ങ് പൊട്ടിക്കുക. അതോടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുക, നരകത്തിൻ്റെ ഓഹരിക്കാരായി മാറി. ഇതാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഒക്കെ ഒന്ന് വിട്ടേ. ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ ആ പഥ്യ ഉപദേശത്തിലേക്കൊന്ന് തിരിച്ചു വന്നേ. ദൈവവചനം പറയുകയാണ്, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ള കുഞ്ഞമ്മയ്ക്കും സൂസമ്മയ്ക്കും ചോച്ചാമ്മയ്ക്കും തോമസ് കുട്ടിക്കും മാത്രം ഉപദ്രവം ഉണ്ടാവുമെന്നല്ല, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വചനത്തിൻ്റെ വള്ളി പുള്ളി ഇതിൽ പ്രത്യേകിച്ച് ഒരാൾക്ക് വേണ്ടി മാറ്റത്തൊന്നുമില്ല. ഈ പുസ്തകം നിമിത്തമുള്ള ഉപദ്രവം എല്ലാവർക്കും ഉണ്ടാകും. അത് സ്തോത്രത്തോടെ സഹിച്ചു കടന്നു പോകുന്ന പാതയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിന് പറ്റാത്തവര് കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാന്നങ്ങ് തീരുമാനിച്ച ആ വിഷയം തീർന്നു. ചർച്ചയിൽ വരുന്നുണ്ട്, തടസ്സവും ഇല്ല. പക്ഷേ ദൈവം നിങ്ങളെ ആ രീതിയിൽ കൂട്ടിയിട്ടും അങ്ങനെ എത്ര പേരുണ്ട്? ഈ അടുത്ത കാലത്ത് ഒരു പെങ്കൊച്ച് നേഴ്സിങ്ങിന് പഠിക്കാൻ പോയ കൊച്ചാ. അവൾ അവധിക്ക് വന്നപ്പം ചർച്ചിൽ മാസയോഗമായിരുന്നു. അപ്പം അവധിക്ക് വന്നപ്പം മാസയോഗത്തിൽ വന്നതുകൊണ്ട് സാക്ഷ്യം, ആ കൊച്ചേറെ കാലം കഴിഞ്ഞ് വന്നതല്ലേ, കൊച്ചൊരു സാക്ഷ്യം പറയട്ടെന്ന് പറഞ്ഞ പെങ്കൊച്ചിന് സമയം കൊടുത്താ അവൾ സാക്ഷ്യം പറഞ്ഞു. ആദ്യത്തെ ഭാഗം പറഞ്ഞങ്ങ് ഇരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, സന്തോഷമായിരുന്നു. പക്ഷേ 2 ഭാഗവും പറഞ്ഞു കഴിഞ്ഞപ്പം അത് പിന്നെ ചിരിയാണോ കരച്ചിലാണോ എന്നറിയാത്തൊരവസ്ഥയിലേക്ക് മാറി.
അപ്പോൾ ഞങ്ങൾ ചോദിക്കുക എന്നാന്ന്. സംഭവം സിമ്പിളാണ്. അവൾ പറഞ്ഞു, ദൈവമക്കളെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂരാണ്, നിങ്ങൾക്കറിയാലോ. ദൈവത്തിൻ്റെ കൃപയാൽ സഭയുടെ പ്രാർത്ഥനയാൽ എനിക്ക് അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ജോലി പഠിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ റൂം ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം അവിടെ വിശ്വാസിയായിട്ട് എൻ്റെ റൂമിൽ വേറെ ആരും ഇല്ല. ഞങ്ങൾ 4 പേര് ഒരു റൂമിലുണ്ട്, ഞാൻ മാത്രമാണ് വിശ്വാസിയായിട്ടുള്ളത്. അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ അവിടെ ഉണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത്രയും കൊണ്ട് നിർത്തിയെങ്കിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അടുത്തൊരു വാചകം കൂടെ കൊച്ചറിയാണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ അങ്ങ് പറഞ്ഞു. എന്താണ് അവളിങ്ങനെ പറഞ്ഞു? പിന്നെ ദൈവത്തിൻ്റെ കൃപയാലും നിങ്ങളുടെ പ്രാർത്ഥനയാലും ഞാനൊരു പെന്തിക്കോസുകാരിയാണെന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾക്കെന്ത് മനസ്സിലായി? പള്ളി വരുമ്പോൾ അവൾ കുഞ്ഞാടാണ്, ബാംഗ്ലൂർ വരുമ്പോൾ അവൾ ബാംഗ്ലൂരുകാരിയാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അടിച്ചു പൊളിയല്ലേ, എന്നാ വിഷയം? അപ്പോൾ ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല, ഉപദ്രവമില്ല, പ്രശ്നവുമില്ല. നാട്ടിൽ വരുമ്പോൾ ചർച്ചയിൽ വരാം, ആരാധനയ്ക്ക് കൂടാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടേതായ വഴികളിൽ പോകുന്ന പ്രശ്നമൊന്നുള്ള കാര്യവുമല്ല. കർത്താവ് ഇതൊന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് ചങ്ങല കെട്ടി ഇങ്ങോട്ട് വാടിയെന്നൊന്നും വിളിക്കാൻ വരുന്ന ഐറ്റവും അല്ല. പക്ഷേ നിത്യതയിൽ പ്രവേശിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം അല്പമെങ്കിലും ശേഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ പഥ്യോപദേശത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. മറ്റൊരു ഓപ്ഷനും ഇല്ല എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ആമേൻ, ദൈവവചനം വളരെ കൃത്യമായി പറയുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് നാം അറിഞ്ഞ സത്യത്തിനു വേണ്ടി അന്ത്യത്തോളം ഉറച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ മഹത്വം പ്രാപിക്കുകയുള്ളൂ. തീർന്നില്ല. ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. അപ്പം ഇതാർക്കാണ് ഈ പ്രമാണമുള്ളത്? വാക്കിനാലും ലേഖനത്താലും പ്രമാണമുള്ള കൂട്ടമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഇതാരോടായി പറയുന്നത്? ദൈവമക്കളെ അഡ്രസ്സ് ചെയ്താണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പണ്ട് ഈ ചില അച്ചായന്മാരുണ്ട്, വലിയ പാരമ്പര്യം പറയുന്ന അച്ചായന്മാര്. അവർക്ക് ഈ ദൈവവചനം ഈ ചില കാര്യങ്ങൾ കർക്കശമായി പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ വാക്യങ്ങൾ തപ്പിയെടുക്കാൻ ശ്രമിക്കും. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരും ഉണ്ട്. കാരണം ഈ തലേ തുണി ഇടാൻ ഇഷ്ടമില്ലാത്ത ചില സൗകര്യമാരുണ്ട്. ചിലർ, എല്ലാവരും അല്ല, ചിലർ, എണ്ണപ്പെട്ട ചിലവർക്ക് തലേ തുണി ഇടാൻ ഇഷ്ടമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മുടി ഇങ്ങനെ ഗോപുരം പോലെ പണിത് പല രീതിയിൽ അവിടുന്ന് കുത്തി ഇവിടുന്ന് കുത്തി എല്ലാം ഇങ്ങനെ വെച്ച് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തോരം കഷ്ടപ്പെട്ട് അവരത് ചെയ്തെന്നുള്ള ബുദ്ധിമുട്ട് അവർക്കേ അറിയത്തുള്ളൂ. നമ്മളെടുത്തങ്ങ് ഇടാൻ പറയുന്നത് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇതിൻ്റെ പിന്നിൽ എത്ര ദിവസത്തെ തച്ച് പണി ചെയ്താണ് ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നുള്ള അവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ തലയിൽ തുണി ഇടാൻ ഒരല്പം ബുദ്ധിമുട്ട് വരും. പക്ഷേ ആ ബുദ്ധിമുട്ട് സഭയ്ക്കകത്തെന്ന് പറഞ്ഞാൽ സഭയിലെ പാസ്റ്റർമാരും വിശ്വാസികളും അവർക്ക് അങ്ങോട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ അവർക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് ഇവർ ഈ കാണുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർമാരോടെല്ലാം ഇവർക്കൊരു സംശയമായിരിക്കും ചോദിക്കാനുള്ളത്. എന്താണെന്നറിയാമോ? ഈ തുണി ഇടണമെന്ന് വചനം. കാരണം എവിടെങ്കിലും ഒരിടത്ത് ഇട്ടില്ലേലും കുഴപ്പമില്ലെന്നൊരു ചെറിയ കഷ്ണം കിട്ടാൻ വേണ്ടി തപ്പി നടക്കുന്നവരായി ഇവർ. അപ്പോൾ അങ്ങനെ തപ്പി ചെല്ലുമ്പോൾ ഒരാൾ പറഞ്ഞു, മുടി നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് മൂടുപടത്തിന് പകരമായതുകൊണ്ട് ഇട്ടില്ലേലും കുഴപ്പമില്ലെന്നൊരു വാക്യം ഉണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു. ഉടനെ അത് കയറി തപ്പിയെടുത്ത് അതും കൊണ്ട്, അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി വാക്യം തപ്പി നടക്കുന്ന ആളുകൾ ഉണ്ട്. മൂടുപടം മുടി ഉണ്ടെങ്കിൽ ഇടാൻ പാടില്ല, മുടി ഉണ്ടെങ്കിൽ ഇട്ടുകൂടെ എന്നൊക്കെ ഉള്ളതിന് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് ഒരു 10-40 മിനിറ്റ് പറയേണ്ട വിഷയമായതുകൊണ്ട് അതവിടെ കിടപ്പുണ്ട് യൂട്യൂബിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇപ്പോൾ അത് പറഞ്ഞാൽ നമ്മുടെ വിഷയം മാറിപ്പോകും, കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വാക്യം തപ്പി നടക്കുന്നവരുണ്ട്. അപ്പം അവർ പറയുന്നത് ഈ ലേഖനങ്ങളിലെല്ലാം ഒന്നും നമുക്കെടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ അത് അന്നത്തെ കാലത്ത് ആ ഗലാത്യ സഭയിൽ ചില ആളുകൾക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പം മറ്റേതോ അത് കൊലോസ്യ സഭയിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പം അത് കൊരിന്തിൽ ആ കാലത്ത് കുറച്ച് പ്രശ്നക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് അവരോട് പറഞ്ഞു, എന്ന് വെച്ചാൽ നമ്മുടെ സഭയിൽ പ്രശ്നക്കാരൊന്നും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എഴുതിയാണ്. അതുകൊണ്ട് നമുക്കിത് അപ്പം ഒറ്റയടിക്ക് ആളുകൾ പറയും, കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയതിന് ഇപ്പോൾ കോഴഞ്ചേരിക്കാർക്ക് എന്താ എന്ന് ചോദിക്കുന്നൊരു മട്ടിലാണ് ഇന്ന് പലരും ലേഖനങ്ങളെ കാണുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത മാറണം. അത് കൊരിന്ത്യർക്ക്, അത് കൊലോസ്യർക്ക്, ഇത് ഗലാത്യർക്ക്. അങ്ങനെയാണെങ്കിൽ പത്തനാപുരത്തുകാർക്ക് എന്ത് ചെയ്യുക ലേഖനം, കൊല്ലത്തുകാർക്ക് എന്ത് ചെയ്യുക ലേഖനം? അപ്പൊ അതുകൊണ്ട് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ
അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. അതിന് ഒരു തെളിവ്, ഒരു വാക്യം വായിച്ചങ്ങ് വിടാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയ വാക്യം ഒന്നുറക്കെ വായിച്ചു നോക്കിയേ. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ശ്രദ്ധിച്ചേ കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്ന് എഴുതിയിട്ട് അവിടെ കുത്താണോ ഇട്ടത്, കോമയാണോ? പറഞ്ഞേ. ഒരു കോമ ഇട്ടിട്ട് പിന്നെ പറഞ്ഞു നോക്കേ. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും എവിടെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായവർക്ക് തന്നെ എഴുതുന്നത്. അന്ന് കൊരിന്തിലുള്ള ആ സഭയ്ക്ക് മാത്രല്ല, ലോകത്തെവിടെയും അവിടെയോ എവിടെയോ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് തന്നെ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം തുടങ്ങിയാൽ കൊരിന്ത്യർക്കാർക്ക് എഴുതിയത് കോഴഞ്ചേരിക്കാർക്കും ബാധകമാണ്, കൊല്ലത്തുകാർക്കും ബാധകമാണ്. ഉലകത്തിൽ എവിടെയും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്ക് ലേഖനങ്ങളിലെ ഉപദേശം ആപ്ലിക്കബിൾ ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ലേഖനങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനം മുങ്ങി, അന്യഭാഷ പറഞ്ഞു, ഞായറാഴ്ച ചർച്ചിലും വരുന്നുണ്ട്, ഇനി കർത്താവ് വരും, കാന്തം കൊണ്ടുവന്ന് ഇരുമ്പിന്റെ നേരെ കാണിക്കുമ്പോൾ ഇരുമ്പ് ചാടി പിടിക്കുന്ന പോലെ ഞാനങ്ങ് പോകുമെന്നുള്ള ഒരു മിഥ്യാലോകത്തിൽ ഇരിക്കുകയാണ് പല ആളുകളും. അതിൻ്റെ അപ്പുറത്ത് വിശ്വാസ ജീവിതം പ്രമാണമുള്ളതാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ആരാധനയ്ക്ക് വരുന്നു, കർത്താവ് വരും, പോകും, അങ്ങനെ ഒരു പ്രമാണമായിരുന്നു ദൈവസഭയ്ക്കെങ്കിൽ എൻ്റെ ചോദ്യം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പിന്നെ ഇച്ചിരി അത്ഭുതമൊക്കെ കണ്ടെന്ന് ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി അപ്പസ്തോല പ്രവൃത്തി, പിന്നെ നേരെ ഒറ്റ പുസ്തകം മതി, വെളിപ്പാട്. അവിടെ കൊണ്ട് ബൈബിൾ തീർക്കണം. എന്തിനാണ്? സുവിശേഷം മതി രക്ഷിക്കപ്പെടാൻ. രക്ഷിക്കപ്പെട്ടവർക്ക് ഇച്ചിരി കുളിര് കോരണമെങ്കിൽ അപ്പസ്തോല പ്രവൃത്തി മതി, അത്ഭുതം അടയാളം കാണാൻ. എന്നിട്ട് പിന്നെ കർത്താവ് വരുന്നു, പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച നിരവധി ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്നത് വീണ്ടെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിലാണ് മുഴുവൻ പ്രമാണങ്ങളെയും വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അകത്തു വന്നവൻ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകമല്ല, അകത്തു വന്നവന്റെ മുമ്പിൽ പ്രമാണമുണ്ട്. സ്തോത്രം. അപ്പൊ എന്താണ് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലമെന്ന് ഒരല്പസമയം ഒന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തിലേക്ക് ഓടി വരാം. എന്താണ് ഈ ലേഖനങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ലേഖനങ്ങൾ ആർക്കു വേണ്ടിയാണ് എഴുതപ്പെടുന്നത് എന്നുള്ളത് ഒരല്പസമയം ഒന്ന് ഓടിച്ച് ലളിതമായ ഭാഷയിൽ പറയാം. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിശ്വാസികളാണ് കേൾക്കുന്നത്. ഈ യോഗം മുറ്റത്തായിരുന്നെങ്കിൽ പ്രസംഗം വേറെ ആയന്, സുവിശേഷം നിങ്ങളോട് ഞാൻ രക്ഷിക്കപ്പെടണം, ജ്ഞാനപ്പെടണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അകത്തുള്ളവരോട് സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ലൈവായി പുറത്തുള്ളവരും കേൾക്കുന്നത് കൊണ്ട് ഒരല്പം പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഓടി വരിക. എന്താണ് ലേഖനങ്ങളുടെ പശ്ചാത്തലം? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ആകെ തുക ഞാനൊന്ന് പറയാൻ പോവുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ് മൂലഭാഷ. മലയാള പരിഭാഷയിൽ ആയിരുന്നു എന്നാണ്, ആയിത്തീർന്നു എന്നാണ് മൂലഭാഷ. എങ്ങനെ പാഴും ശൂന്യവും ആയിത്തീർന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വെട്ടേറ്റ് വീണവന്റെ പതനം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പാഴും ശൂന്യവും ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം എന്തുണ്ട് എന്ന ചോദ്യത്തിന് ബൈബിൾ തരുന്ന മറുപടി, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ പാഴും ശൂന്യവും ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം എന്തുണ്ട് എന്ന ചോദ്യത്തിന് രണ്ടുത്തരം, ഇരുളും വെള്ളവും ഉണ്ടായിരുന്നു. അവിടെ റീക്രിയേഷൻ ആരംഭിച്ചു. വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു, റീക്രിയേഷൻ ആരംഭിച്ചു. അവിടെ മുതൽ ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, പറവജാതി, മത്സ്യസമ്പത്ത്, സമുദ്രം, അങ്ങനെ സകലത്തെയും സൃഷ്ടിച്ചനന്തരം 6-ാം ദിവസം സ്വർഗത്തിലെ ദൈവം തൻ്റെ കരാങ്കുലികളാൽ നിലത്ത് മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. ഉലകത്തിൽ ആദ്യമായി മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. അവൻ ഏകനായിരിക്കുന്ന നല്ലതല്ല എന്ന് ദൈവം കണ്ടു, തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു. ആദ്യത്തെ കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചു. സന്തോഷത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചും കൊണ്ട്
മുന്നോട്ട് പോകുന്നു. അടുത്ത രംഗം, സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തു ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ച സകല കാട്ടുമൃഗങ്ങളെയും ജീവജാലങ്ങളെയും ജന്തുക്കളെയൊക്കെ നോക്കിയപ്പോൾ ഈ ഇരുട്ടിന്റെ ആത്മാവിന് ഒരു കക്ഷിയെ ഇഷ്ടപ്പെട്ടു. ആരാണ്? ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പൊ ഈ ഇരുട്ടിന്റെ ആത്മാവിന് ആരെ ഇഷ്ടപ്പെട്ടു? പാമ്പ്. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പൊ പാമ്പിനെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ് സൃഷ്ടിച്ചത്. ചിലർ വിചാരിക്കുന്ന പാമ്പ് പിശാചാണെന്ന്. അല്ല, പാമ്പ് ദൈവത്തിന്റെ സൃഷ്ടിയായ ഒരു ഇഴജാതി, ഒരു ജന്തുവാണ്. ആ ഭൂചര ജന്തുക്കൾ, ഇഴജാതി എന്ന് ബൈബിൾ പറയുന്ന ആ ഇഴജന്തുവിനെ ഇവന് ഇഷ്ടപ്പെട്ടു. ഈ പാമ്പിലൂടെ ഹവ്വ അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറയാൻ പ്രവേശിച്ചു തോട്ടത്തിൽ. അപ്പൊ അവിടെ ഒരു ചിന്തയുണ്ട്, അത് അകത്തുള്ളവരും കൂടെ അറിയേണ്ട ചിന്തയായുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ആമേൻ. ആ പെണ്ണും ചെറുക്കനും ആദമും ഹവ്വയും എവിടെയാണ്? തോട്ടത്തിലാണ്, അല്ലേ? ഈ പാമ്പ് ഏത് ജന്തുവാണ്? ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് അതിൻ്റെ അർത്ഥം. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പൊ പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. മനസ്സിലായോ? വാക്യമാ പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പൊ പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെ? കാട്ടിലാണോ തോട്ടത്തിലാണോ? തോട്ടത്തിലാണ്. അപ്പൊ ഈ തോട്ടത്തിൽ നിൽക്കുന്ന മണവാളിനെ മണവാട്ടിയും വഞ്ചിക്കാൻ കാട്ടുജന്തു എവിടെ കയറി? തോട്ടത്തിൽ കയറി, അല്ലേ? ഇത് ഒരു നിഴലാണ്. എന്താണ്? കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് കൊരിന്തുകാരോട് പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. 2 കൊരിന്തി 11:2 എടുക്കണ്ട. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്താ പൗലോസേ അങ്ങയുടെ എരിയുടെ കാരണം? ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സംബോധന പറയുന്നത് ആരോടാണ്? എൻഗേജ്മെന്റ് കഴിഞ്ഞവരോടാണ്, അഥവാ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടി സഭയോടാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറഞ്ഞത്? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. ആരാ നിങ്ങൾ? എൻഗേജ്മെന്റ് കഴിഞ്ഞ സഭയോടാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ചെയ്യാൻ പോകുന്നല്ല, ചെയ്തിരിക്കുന്നു സഭ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പെന്തിക്കോസ് ഉപദേശിമാരായ ഞങ്ങളെപ്പോലുള്ള സാധാരണ ഉപദേശിമാർ കൊണ്ട് നടക്കുന്ന ഭയമല്ല, കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ കരത്താൽ ഉപയോഗിക്കപ്പെട്ടവനായ അപ്പോസ്തലനായ പൗലോസിന്റെ ഭയം. പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും പറയുന്നത് ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവരാ, നമ്മളെ ഇനി തെറ്റിക്കാനോ നമ്മളെ ആർക്കും തെറ്റിച്ചുകൊണ്ട് പോകാനോ ഒന്നും പറ്റത്തില്ല. എങ്ങാനും അവൻ തെറ്റിപ്പോയാൽ നമ്മൾ പറയും അവൻ രക്ഷിക്കപ്പെട്ടവൻ അല്ലെന്ന് പറയും. മനസ്സിലായോ? പക്ഷേ പൗലോസിന് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നുമില്ല. അദ്ദേഹം നല്ല ജ്ഞാനമുള്ള അഭിഷിക്തനാ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ചെയ്തിരിക്കുകയാണ്. എങ്കിലും സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അപ്പൊ അവിടെ പൗലോസ് പറഞ്ഞത് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു എന്ന് പൗലോസ് പറഞ്ഞത് എവിടെ നടന്ന സംഭവമാ? ഉൽപ്പത്തിയിൽ നടന്ന സംഭവമാണ്, അല്ലേ? അപ്പൊ ഉൽപ്പത്തിയിലെ വഞ്ചനയും ദൈവസഭയ്ക്കകത്ത് വരുന്ന വഞ്ചനയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നല്ലേ പൗലോസ് പറഞ്ഞത്? ആ കണക്ഷൻ എന്താണെന്നുള്ള മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അവിടെ തോട്ടത്തിന്റെ അകത്ത് പെണ്ണും ചെറുക്കനും, പാമ്പ് കാട്ടുജന്തു. എന്താണ് തോട്ടം? വേദപുസ്തകം ഉത്തമഗീതം 4:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം. ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണെന്ന് ദൈവവചനം പറയുന്നു. ഈ തോട്ടത്തിലേക്ക് പാമ്പ് പ്രവേശിക്കാതിരിക്കാൻ. ഏത് പാമ്പ്? പുതിയ നിയമസഭയോട് പറയുന്ന പൗലോസ് പറയുന്ന പാമ്പ് ഏതെന്നറിയാമോ? ഒരുത്തൻ ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നെങ്കിൽ, വേറൊരു ആത്മാവിനെയും കൊണ്ടുവരുന്നെങ്കിൽ, വേറൊരു സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അവനാണ് കമ്പ്യൂട്ടർ യുഗത്തിലെ പാമ്പ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പാമ്പ് തോട്ടത്തിൽ കയറാതിരിക്കാൻ ഉൽപ്പത്തിയിൽ തോട്ടത്തിൽ വെച്ച മണവാളന്, യജമാനന് ദൈവം 2 ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. ഓർമ്മയുണ്ടോ? ആമേൻ. എന്താണ്? തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. അപ്പൊ തോട്ടത്തിൽ മണവാട്ടിയുണ്ട് സഭ, കാവൽക്കാരനുണ്ട് യജമാനൻ. കാവൽക്കാരനൊരു ഉത്തരവാദിത്വമുണ്ട്. 1 തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ദൈവസഭയാകുന്ന തോട്ടത്തിന് ഒരു കാവൽക്കാരനുണ്ട്.
ആമേൻ. കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരന് 2 ഉത്തരവാദിത്വമുണ്ട്. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ യജമാനന്മാരാണ്. അവർക്ക് 2 ഉത്തരവാദിത്വമുണ്ട്. ഒന്ന്, എന്ത് ചെയ്യണം? പറ. വേല ചെയ്യണം. വേദനയോടെ പറയാം, ഇന്നത്തെ പല പാസ്റ്റർമാരും മാസശമ്പളം പറ്റുന്ന എംപ്ലോയ്മെന്റ്സ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേലയെക്കുറിച്ച് അറിയണ്ട. അവർ വരുന്ന ചർച്ചിൽ ചാർജ് എടുക്കണം, അവർക്ക് മാസം ശമ്പളം മേടിക്കണം, കൊച്ചുങ്ങളെ പഠിപ്പിച്ച് അവരുടെ ഭാവി നന്നാക്കണം, 3 വർഷം തികയ്ക്കണം, അടുത്ത ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകണം. പുറത്തിറങ്ങി ഒരു സുവിശേഷം പറയാൻ, ഒരു യോഗം നടത്താൻ, ഒരാത്മാവിനെ നേടാൻ, 10 വീട് കയറാൻ, ട്രാക്ട് കൊടുക്കാൻ, പരസ്യം നടത്താൻ, കൺവെൻഷൻ നടത്താൻ, ഇതിനൊന്നും ഞങ്ങൾ വിളിക്കപ്പെട്ടിട്ടില്ല. പകരം ഞങ്ങൾ മാസം ശമ്പളം മേടിക്കുന്ന എംപ്ലോയീസ് ആണെന്ന ധാരണയാണ് ഇന്ന് അനേകരും ഭരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് സുവിശേഷം ആത്മാർത്ഥമായി അറിയിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള നടുവിൽ നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നതിൽ എനിക്ക് അഭിമാനവുമുണ്ട്. ഞാൻ പറയട്ടെ, ആമേ, തോട്ടത്തിന്റെ യജമാനന് 2 ഉത്തരവാദിത്വം. ഒന്ന്, വേല ചെയ്യണം. അങ്ങനെ കാഴ്ചപ്പാടുള്ളവർ ഏത് ഭൂമിയുടെ കോണിൽ കൊണ്ടിട്ടാലും അവർ വേല ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 2, ഒരു ഉത്തരവാദിത്വമുണ്ട്, തോട്ടം കാക്കണം. അപ്പൊ കാവൽക്കാരനായിരിക്കണം ഇടയൻ. വേണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, കാട്ടുജന്തുവായ പാമ്പ് തോട്ടത്തിൽ വന്ന മണവാട്ടിയോട് കൊച്ചു വർത്താനം പറഞ്ഞ് ആ മണവാട്ടിയെ വഞ്ചിച്ച് ആ പഴം തിന്നിച്ച രംഗം മുഴുവൻ നടന്നപ്പോൾ എൻ്റെ ചോദ്യം, കാവൽക്കാരൻ എവിടെ പോയി? പറ, കാവൽക്കാരൻ എവിടെ പോയി? ഉത്തരവാദിത്തം കൊടുത്തല്ലേ തമ്പുരാൻ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുവും തോട്ടത്തിൽ കയറും, മണവാട്ടിയെ തെറ്റിച്ചുകൊണ്ട് പോവും. അതുകൊണ്ട് അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നു, കാവൽക്കാർ സ്ട്രോങ് ആയിരിക്കണം. അതിന് വിശ്വാസികൾ മൂക്ക് വീർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. സഭാ ശുശ്രൂഷകന്മാർ അറിയാതെ ഒരൊറ്റ ഭവനത്തിൽ പോലും ഒരു പ്രാർത്ഥന പുറത്തുനിന്ന് നടക്കാൻ പാടില്ലെന്ന് അഭിഷിക്തന്മാർ പറയാൻ കാരണം ആരും മണവാട്ടിയെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആ പൗലോസിന്റെ മനോഹരമായ ഒരു വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തെ കണ്ട കെട്ടിപ്പിടിക്കാൻ തോന്നിയൊരു വാക്യമുണ്ട്. എന്തെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 20:28 പൗലോസ് പറഞ്ഞു, ആമേൻ, ആമേൻ, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്ത വാചകം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. എനിക്ക് സന്തോഷം തോന്നിയ വാക്യം ചെന്നായി കയറുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, പിന്നെന്താ? ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ പോയ ശേഷം, ആണത്വത്തിന്റെ വാക്കാത്. എന്താണെന്നറിയാമോ? ഞാൻ പോയ ശേഷം. ആ വാക്കിനൊരു മർമ്മമുണ്ട്, ഒരു അർത്ഥമുണ്ട്. എന്താ? ഞാൻ പോയ ശേഷം ചില ചെന്നായ്ക്കൾ ഇതിൻ്റെ അകത്ത് കയറും, സൂക്ഷിച്ചോണം. ആ ഞാൻ പോയ ശേഷം എന്ന പദത്തിന്റെ മർമ്മം, ഞാൻ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്നുള്ള തൻ്റെ ഇടത്തിന്റെ വാക്കാണ്. ഓരോ സഭയിലെ അഭിഷിക്തന്മാരും ഈ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭ ഇത്രയും വലിയ ദുരന്തങ്ങളിലൂടെ പോകത്തില്ലായിരുന്നു. ഞാൻ പോയ ശേഷം നിങ്ങൾ ആരെ കൊണ്ടുവന്ന് തുള്ളിക്കോ കൈയടിക്കോ അതെന്റെ വിഷയമല്ല. പക്ഷേ ഞാൻ ഈ സഭയിൽ ചാർജ് ഇരിക്കുന്നിടത്തോളം വചനം വിട്ട് നടക്കുന്ന, ദുരുപദേശം പ്രസംഗിക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്ന് ഓരോ അഭിഷിക്തന്മാരും തീരുമാനമെടുത്തിരുന്നെങ്കിൽ ദൈവസഭ ആദ്യ നൂറ്റാണ്ടിലെ പഥ്യോപദേശ പ്രമാണങ്ങളിൽ ഇന്നും നിലനിന്നുകൊള്ളുമായിരുന്നു. ഈ ദുരന്തം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ദൈവദാസന്മാർ അയവ് വരുത്തിയത് കൊണ്ടാണ്, കാവൽക്കാർ സ്ട്രോങ് അല്ലാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നു, കാവൽക്കാർ സ്ട്രോങ് ആയിരിക്കണം. ആമേൻ. അതാണ് വേദപുസ്തകം പറയുന്നത്, സഭ ശുശ്രൂഷകന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. വേദപുസ്തകത്തിലെ സഭ മൂപ്പന് കീഴടങ്ങിയിരിക്കുന്ന സഭയാ. അറിയാമോ? ഇന്ന് സഭയിലെ പാസ്റ്റർ എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് സഭയിലെ അച്ചാച്ചന്മാരാ. മനസ്സിലായോ? അത്തരം ദുരന്തങ്ങളാണ് ഇന്ന് സഭയ്ക്കകത്തുള്ളത്. ആമേൻ. അത് മാറണം. സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു ഗ്രൂപ്പാണ് TPMകാര്. ഈ കാര്യത്തിൽ എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? ഡോക്ടർ ആട്ടെ, എഞ്ചിനീയർ ആട്ടെ, അഡ്വക്കേറ്റ് ആട്ടെ, ജഡ്ജി ആട്ടെ, സഭയിൽ വന്നാൽ എന്ത് ചെയ്യും? അവിടെ പായയിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ശുശ്രൂഷന് കീഴടങ്ങിയിരിക്കും. യു നോ ഐ ആം ഡോക്ടർ. ഡോക്ടറാണെ വല്ല ക്ലിനിക്കിലും പോയിട്ടോ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ?
അഡ്വക്കേറ്റ് ആണ്, കോടതി പോടും, ഇവിടെ ഇരിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറയും. വേണ്ട, അവരുടെ കൺവെൻഷന് നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടില്ലേ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൺവെൻഷന്റെ അവസാനത്തെ ദിവസം നിങ്ങൾ അവിടെ ഒന്ന് പോകണം. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സീനുണ്ട്. കഴിക്കാൻ പോകണമെന്നല്ല, കഴിച്ച് കഴിഞ്ഞേച്ച് അതുവഴി ഒന്ന് നടക്കണം. നിങ്ങൾക്ക് ചില കാഴ്ച കാണാം. പാത്രം കഴുകുന്ന ഡോക്ടറെ കാണാം, ഇലയെടുക്കുന്ന എഞ്ചിനീയറെ കാണാം, ടേബിൾ വൃത്തിയാക്കുന്ന അഡ്വക്കേറ്റിനെ കാണാം. അത് കർത്താവിൻ്റെ വേലയാണെന്ന് കരുതി അവർ ചെയ്യുക. നമ്മുടെയൊക്കെ സഭകളിൽ ചെന്നാൽ ആമേൻ, കറുത്ത് കണ്ണും തള്ളി പല്ലു ഉന്തി കോങ്കണ്ണിയായിട്ടിരിക്കുന്ന 4 എണ്ണത്തെ വെച്ചിട്ടുണ്ട്. അവരാണ് കക്കൂസ് കഴുകേണ്ടത്, അവരാണ് അരി വെക്കേണ്ടത്, അവരാണ് പാത്രം കഴുകേണ്ടത്. നമ്മളൊക്കെ വലിയ മറ്റേ സുറിയാനി കുടുംബത്തിൽ ആദ്യം മാനസാന്തരപ്പെടേ. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാൻ ഇടയാകട്ടെ. ഇവിടെ വേർതിരിവൊന്നും പറഞ്ഞുകൊണ്ട് ആരും നിത്യതയിൽ ചെന്ന് കയറത്തില്ല. സഭയിൽ പാവിരിക്കുന്ന ഒരു ശുശ്രൂഷയായി കാണാൻ കഴിയണം. സഭയുടെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് ഒരു ശുശ്രൂഷയായി കാണാൻ കഴിയണം. ദൈവദാസന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്താൽ അത് സ്വർഗത്തിലൊരു ശുശ്രൂഷയാണെന്ന് മനസ്സോടെ ചെയ്യുന്നവരാണ് രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അത്തരം കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം. സ്തോത്രം. ഞാൻ തിരിച്ചു വരട്ടെ. നോക്ക, ആമേൻ. കാട്ടുചെന്ന് തോട്ടത്തിൽ കയറി കൊച്ചുവർത്താനം പറഞ്ഞ് മണവാട്ടിയെ വഞ്ചിച്ചെന്ന് അങ്ങനെ പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ ദൈവം മനുഷ്യൻ എന്ത് ചെയ്തു? ന്യായപ്രമാണം വെച്ചു കൊടുത്തു. എന്തിന്? അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം കിട്ടാനല്ല ന്യായപ്രമാണം കൊടുത്തത്. അങ്ങനെയാണ് യേശു വരേണ്ട ആവശ്യമില്ലല്ലോ. അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം തരാൻ ന്യായപ്രമാണത്തിന് പറ്റുമെങ്കിൽ യേശു വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ദൈവത്തിന് അറിയത്തില്ലയോ? അതൊന്നും അറിയാം. പിന്നെന്തിനാ ഈ പ്രമാണം കൊടുത്തത്? 2 കാര്യം. ഒന്ന്, തെറ്റെന്ത് ശരിയെന്തെന്ന് മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ പ്രമാണം വേണം. വേണ്ടേ? ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടുന്ന് യോഗം കഴിഞ്ഞ് വണ്ടി എടുത്തോണ്ട് പോകും, ആദ്യം സീറ്റ് ബെൽറ്റ് ഇടും. എന്തിനാ ഇടുന്നത്? എൻ്റെ വണ്ടി ഇന്ന് ഉറപ്പായിട്ടും ഇടിക്കുമെന്നോ അങ്ങനെയുള്ളതുകൊണ്ടാണോ ഇടുന്നത്? അല്ല, ഇടിക്കാതെ ഓടിക്കുന്നത്, എന്നാലും ഇടും. എന്തുകൊണ്ടാ? ഇവിടെ ഒരു നിയമം ഉണ്ടെന്നുള്ള അറിവ് തലയ്ക്കകത്ത് കയറിയത് കൊണ്ട്. അപ്പൊ നിയമം ഉണ്ടെങ്കിലേ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതിന് നിയമം വേണം. കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, കള്ളം പറയുന്നൊക്കെ നിയമം വേണം. എങ്കിലേ അത് ചെയ്യാതിരിക്കുള്ളൂ, അത് തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ. അതിന് നിയമം കൊടുത്തു. രണ്ടാമത്തെ ഉദ്ദേശം, ഈ ലോകത്തിലെ ഒരു തരത്തിലുള്ള പുണ്യകർമ്മക്രിയാദി പ്രവർത്തികൾ കൊണ്ടും നിന്റെ അകത്ത് കയറിയ പാപം പുറത്തു പോകത്തില്ലെന്ന് മനുഷ്യന് എന്ന് ബോധ്യപ്പെടുന്നു, അന്ന് മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ അവൻ അംഗീകരിക്കത്തുള്ളൂ. മനസ്സിലായോ? യാഗങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു തമ്പുരാൻ. യാഗം അർപ്പിച്ചോ? ആട്ടിൻകുട്ടിയും കാളക്കുട്ടിയും എല്ലാം കൊണ്ടുപോയി യാഗം അർപ്പിച്ചോ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, ഒന്നിൽ തെറ്റിയാൽ സകലവും തെറ്റിയെന്ന് പറഞ്ഞു. ഒരുത്തനും പൂർണ്ണമായി ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. സകലത്തിൽ തെറ്റിപ്പോവുക, യാഗമർപ്പിക്കുക, പിന്നെയും പാപം ചെയ്യുക. തെറ്റിപ്പോയി. ഞങ്ങൾ ഈ ചെയ്യുന്ന ഒരു യാഗങ്ങൾക്കും പശുക്കിടാവിൻ്റെയും ആട്ടുകൊറ്റൻ്റെയും ഒന്നിൻ്റെയും രക്തത്തിന് ഞങ്ങളുടെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയത്തില്ലെന്ന് ഒരു മിനിമം ബോധം മനുഷ്യന് വന്നു എന്ന് കണ്ടപ്പോൾ തമ്പുരാൻ വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ, ഒരു ടെസ്റ്റ് ഡോസ് മരുഭൂമിയിൽ അവതരിപ്പിച്ചു. മോശയോട് പറഞ്ഞു, ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഉയർത്ത്. എന്തിന്? അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തിലേക്ക് പോകുന്നവർ ഒരു മരുന്നും ചെയ്യണ്ട, ജസ്റ്റ് ഉയർത്തപ്പെട്ട് ആ താമ്രസർപ്പത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരൊറ്റ നോട്ടത്താൽ മരണം മാറും, ജീവൻ തിരിച്ചു വരും. ഒരൊറ്റ നോട്ടം കൊണ്ട്. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു യാഗം കഴിക്കാതെ, ഒരു ക്രിയ ചെയ്യാതെ, ഒരു പൂജ ചെയ്യാതെ, ഒരു കർമ്മമില്ലാതെ ഒറ്റ നോട്ടത്തിൽ മരണം മാറി ജീവനിലേക്ക് വരുമെന്ന് ഒരു ഡെമോ മരുഭൂമിയിൽ കാണിച്ചു. എന്തിന്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് അതിന്റെ മറുപടി യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ക്രൂശിൽ ഉയർത്തപ്പെടണം. എന്തിന്? നരകത്തിന് അധീനരായി മരണത്തിലേക്ക് ടിക്കറ്റും എടുത്തിരിക്കുന്ന മനുഷ്യൻ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നോക്കിയാൽ, ആ ക്രൂശിക്കപ്പെട്ട വിശ്വസിച്ചാൽ, ഒരൊറ്റ വിശ്വാസത്താൽ, ഒരു നാണയത്തൊട്ട് ചെലവാക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായ പാപമോചനം ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഡെമോ മരുഭൂമിയിൽ സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനാ പ്രമാണം കൊടുത്തത്.
പ്രമാണം മനുഷ്യന്റെ മുമ്പിൽ, ഇസ്രായേലിന്റെ മുമ്പിൽ വെച്ചിട്ട് ആമേൻ അടുത്ത പദ്ധതി തമ്പുരാൻ പറഞ്ഞു, പ്രവാചകന്മാരിറങ്ങട്ടെ. പ്രവാചകന്മാരെ അയച്ചു. എന്തിന്? ആമേൻ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ. ദേ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ഒരുത്തൻ ഉയർത്തപ്പെടാൻ പോവുകയാണ്. അവൻ കന്യകയിൽ നിന്ന് ഉരുവായി വരാൻ പോവുകയാണ്. ആമേൻ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ് എന്നിങ്ങനെ പ്രവാചക ശബ്ദം മുഴങ്ങി. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പറഞ്ഞാൽ യേശു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണ് യെശയ്യാവ് വിളിച്ചു പറഞ്ഞതെങ്കിൽ 300 വർഷം പിന്നിട്ടപ്പോൾ, അഥവാ യേശുവിന്റെ ജനനത്തിന് 400 വർഷം മുമ്പ് മീഖ എന്ന് പറയുന്ന പ്രവാചകൻ രംഗത്ത് വന്ന് ആ കന്യക പ്രസവിക്കുന്ന ജാതനുണ്ടല്ലോ, അവൻ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത് എന്ന വില്ലേജിൽ ജനിക്കുമെന്ന് പ്രവചിച്ചു വെച്ചിട്ട് പോയി. ഇന്ന് രാത്രി അഭിമാനത്തോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കാണുന്നവരോട് പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചിട്ട് ലോകത്തിലേക്ക് അവതാരമെടുത്ത ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരെങ്കിലും ഉണ്ടോ? ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചിട്ട് ഇറങ്ങി വന്നവൻ. അങ്ങനെ സകല പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി അതാ ഭൂമിയിൽ അവതാരമെടുത്തു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി മാതൃക കാണിച്ചു തന്ന നല്ല കർത്താവ്. അതാരും പ്രസംഗിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. 30 വയസ്സ് തൊട്ട് കർത്താവ് ചെയ്തതെല്ലാം തേരാ പാര ടേ നടിച്ചങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. പക്ഷെ 30 വയസ്സ് വരെ ദൈവമെന്ന അധികാരം നാവിൻ തുമ്പത്തുണ്ടായിട്ടും മാനുഷികമായ അപ്പനും അമ്മയും കീഴ്പ്പെട്ടൊരു മാതൃകാ ജീവിതം കാണിച്ചു തന്ന നല്ല യേശുവിനെ പ്രസംഗിക്കണം. എന്തിന്? ആധുനിക തലമുറ പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് വരുന്നെങ്കിലും മാതാപിതാക്കൾ 1 പറഞ്ഞാൽ തിരിച്ച് 9 പറയുന്ന തലമുറകൾ മാനസാന്തരപ്പെടുവാൻ നാവിൻ തുമ്പത്ത് അധികാരമുണ്ടായിട്ടും മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും കീഴടങ്ങി ജീവിച്ച യേശുവിനെ കുറിച്ച് തലമുറ പഠിക്കണം. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പുതിയ തലമുറ ഇതൊക്കെ പഠിക്കണം. പോട്ടെ, ഞാൻ അതിലേക്ക് വരുന്നില്ല, കൊച്ചുങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ആമേ. എന്നാൽ ഇച്ചിരി കഴിഞ്ഞ് ഒന്ന് തൊട്ടുവിടാം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 30 വയസ്സിൽ പരസ്യവേലയ്ക്കിറങ്ങിയ കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പിതാവിന്റെ മഹത്വത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഭൂതലത്തിൽ ജീവിച്ച 33 തിരുവയസ്സിൽ സർവ്വമനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം അഥവാ പാപത്തിന്റെ ശമ്പളം മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് യേശുക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. നോക്കൂ, സകലവിധമാകുന്ന പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടും വേദപുസ്തകത്തിൽ കുറിക്കപ്പെട്ട ഒരു വാചകം എന്നെ ചിന്തിപ്പിച്ചു. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ, ആ പദം ശ്രദ്ധിക്കണം, അവൻ വായ തുറക്കാതിരുന്നു. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ വാ തുറക്കാതിരുന്ന വലിയ കാര്യമാണോ? വലിയ കാര്യമാണ്. എന്തുകൊണ്ടാ? വാ തുറന്നാൽ ഒരൊറ്റ വാക്കിൽ കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക്, ലാസറേ പുറത്തു വന്ന ഒറ്റ വാക്കുകൊണ്ട് 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തെ പുറത്തു കൊണ്ടുവരുവാനുള്ള അധികാരം നാവിൻ തുമ്പത്തുണ്ടായിട്ടും ഒരൊറ്റ വാചകം കൊണ്ട് റോമ ഗവൺമെന്റിന്റെ ഭരണകൂടത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാനുള്ള അധികാരം നാവിന്റെ തുമ്പത്തൊളിപ്പിച്ചു വെച്ചിട്ട് അവൻ വായ തുറക്കാതിരുന്നത് എന്തിന്? അത് എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് കർത്താവിനെ സ്നേഹിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം ചിന്തിക്കണം. നമ്മളൊക്കെ യേശുവേ, കർത്താവേ, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ തള്ളിമറിക്കാറുണ്ട്. വാസ്തവത്തിൽ മനസാക്ഷി കൈവച്ച് പത്രോസിനോട് ചോദിച്ച പോലെ വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ പറയില്ല, എനിക്ക് കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്, യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, യേശു അപ്പോൾ ഐ ലവ് യു. ഓക്കെ, ഇഷ്ടമാണ്. ഈ ഇഷ്ടം എങ്ങനെയാ തെളിയിക്കണേ? കർത്താവ് പറയാണ്, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, ഇതിനാൽ എന്നെ സ്നേഹിക്കുന്നെന്ന് അറിയാം. അല്ലേ? എന്നിട്ട് ഒരു വാക്കൂടെ പറഞ്ഞു, അല്ല, എന്നെ സ്നേഹിക്കുന്നെന്ന് വെറുതെ തള്ളി വിടുകയും എൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാന്ന്? ഞാൻ വന്ന് നിങ്ങളെ കള്ളാന്ന് വിളിച്ചൊന്നും പറയണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ നാം ആരും ആയിത്തീരരുത്. കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ
അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, പ്രമാണം അനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അരിമത്തെക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഈ ലൈവിൽ കേൾക്കുന്നവരോട് അഭിമാനത്തോടെ പറയാം, ഷമീർ അബ്ദുൽ സലാമും സിയാദ് മുഹമ്മദ് ഇബ്രാഹിമും ഉണ്ണികൃഷ്ണനും രാമലാൽ രാമചന്ദ്രനും ഒക്കെ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത് 3 ആണി കൊണ്ട് എൻ്റെ യേശു അവസാനിക്കാത്തത് കൊണ്ടാണ്. 3 ആണി കൊണ്ട് യേശു അവസാനിച്ചില്ല. അരിമത്തെക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് അവസാനിച്ചില്ല. മരണം കൊണ്ടോ കല്ലറവാതിക്കൽ മൂടിയ വലിയ കല്ലുകൊണ്ടോ അവസാനിച്ചില്ല. പകരം യേശുക്രിസ്തു മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അനന്തരം സ്വർഗാരോഹണം ചെയ്യുന്ന രംഗം വന്നപ്പോൾ ശിഷ്യഗണം ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് കണ്ണിന് മറഞ്ഞു. ദൂതന്മാരിറങ്ങി വന്ന് പറഞ്ഞു, ഹേ ഗലീല പുരുഷന്മാരെ, പ്രവൃത്തി 1:11, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ യേശു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി ദൈവസഭയെ, എന്നെ കേൾക്കുന്ന ദേശവാസികളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. നാം നനയ്ക്കാത്ത നാഴികയിൽ, കണ്ണിമയ്ക്കുന്ന നൊടിയിൽ, കണ്ണിമയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ഈ കൺപോള ഒന്ന് ഇങ്ങനെ അടച്ചു തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന ദിനങ്ങൾ ആഗതമായി കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു വരി തെറ്റിപ്പോയാൽ, പാസ്റ്ററെ ഞങ്ങൾ അടുത്ത ആഴ്ച പാടുമ്പോൾ ശരിയാക്കാമെന്ന് പറയാം. ഇവിടെ പ്രസംഗിച്ച ഒരു വരി തെറ്റിപ്പോയാൽ അടുത്ത പ്രസംഗത്തിൽ അത് തിരുത്താമെന്ന് പറയാം. കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ, കർത്താവെ ഒരു പ്രാവശ്യവും കൂടെ വരണേ, ഒന്നുകൂടെ ഇറങ്ങി വരണേ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്ര അങ്ങോട്ട് ഒരുങ്ങാൻ പറ്റിയില്ല എന്ന് പറയാൻ ഒരവസരമില്ലെന്നുള്ള ഗൗരവം തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കാന്തൻ്റെ വരവിനായി ഒരുങ്ങി ജീവിച്ചാൽ നല്ലതാകട്ടോ, നല്ലതാകട്ടോ. ആമേ, ഒന്നുകൂടെ എന്ന് പറയാൻ ഒരവസരം ഇല്ല. പിന്നെ ചിലർ പറയും, വരട്ടെ, വരവാകുമ്പോഴത്തേക്ക് അന്നേരത്തേക്ക് നമ്മൾ ഒരുങ്ങിയാൽ മതിയല്ലോ. വേദപുസ്തകം പറയുന്നു, അവൻ കള്ളനെ പോലെ വരും. കള്ളനെ പോലെ വരും എന്ന് പറയുമ്പോൾ ചിലർ വിചാരിച്ചിരിക്കുന്ന കർത്താവ് എന്നാ കക്കാൻ വരുന്നതാണോ കള്ളനെ പോലെ എന്ന്. അല്ല, കള്ളനെ പോലെ എന്ന വാക്കിനൊരു മർമ്മമുണ്ട്. എന്താണ് മർമ്മം? കള്ളൻ തലേന്ന് രാത്രി വിളിച്ച്, ഹലോ, ചാക്കോച്ച എന്നാ ഉണ്ട്? ഓ, സന്തോഷമായിരിക്കുന്നു. നാളെ നിങ്ങളുടെ വീട്ടിലാണ് മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നാളെ കുടുംബമായിട്ടൊരു സിനിമയൊക്കെ കണ്ട് രാത്രി ഇച്ചിരി ലേറ്റായിട്ട് വന്നാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ പരിപാടി തീർത്ത് പോയേക്കാം എന്ന മുന്നറിയിപ്പ് തന്നിട്ടാണോ കള്ളം വരുന്നേ? അല്ല. നനയ്ക്കാത്ത നാഴികയിൽ പ്രതീക്ഷിക്കാതെ വന്ന് ചാടുന്ന പോലെ എല്ലാവരും തിന്നും കുടിച്ചും ആനന്ദിച്ചും സുഖിച്ചും അടിച്ചും പൊളിച്ചും നടക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസം വാനമേഘ കാഹളം മുടങ്ങും, കാഹളം മുടങ്ങും. ആമേ, രക്ഷിക്കപ്പെട്ട പ്രമാണത്തിനു വേണ്ടി ജീവിക്കുന്ന, വേർപാട് പാലിച്ച് ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ കർത്താവിനോടുകൂടെ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുമ്പോൾ ഇവിടെ തലയും കുനിച്ച് നിന്നിട്ട് കർത്താവേ എന്നെക്കൂടെ നിലവിളിച്ചാൽ പിന്നെ ഒരു അവസരം ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു കുഞ്ഞു കാര്യം പറയാം. നമുക്ക് ചിന്തയുണ്ട്, കർത്താവ് കരുണയും മനസ്സലിവും ദയയൊക്കെ ഉള്ള നല്ല കർത്താവ്, ചക്കര കർത്താവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവും കുറ്റവും സംഭവിച്ചാലും നമ്മുടെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും, തർക്കമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ ഇനി വരുന്ന റോള് ഇപ്പോൾ ഇരിക്കുന്ന റോളല്ല. മനസ്സിലായോ? ഇപ്പോൾ ഇരിക്കുന്ന റോള് അഡ്വക്കേറ്റിൻ്റെ റോളാ, മധ്യസ്ഥൻ്റെ റോള്. അഡ്വക്കേറ്റിന് ഒരു ഒറ്റ റോളേ ഉള്ളൂ. തൻ്റെ അടുക്കൽ വരുന്നവൻ എത്ര വലിയ കുറ്റം ചെയ്തിട്ട് വന്നാലും അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അഡ്വക്കേറ്റിനുള്ളത്. എന്നാൽ യോഹന്നാൻ 5:22, 5:27 2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. വക്കീല് പ്രമോഷനായി ജഡ്ജി ആകുന്ന പോലെ, ആമേൻ, അവൻ ന്യായസിംഹാസനത്തിൽ ജഡ്ജിയായിരിക്കുമ്പോൾ
ജഡ്ജിയുടെ റോള് വക്കീലിൻ്റെ റോളല്ല. വക്കീലിൻ്റെ റോള് ഇനി ഇവൻ കൊന്നിട്ട് വന്നാലും ഇവനെ എന്ത് വില കൊടുത്തും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് വക്കീലിൻ്റെ ഉദ്ദേശം. പക്ഷെ ജഡ്ജി ആയാൽ അടുത്ത് നിൽക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണോ എന്ന് നോക്കി വിധിയിടുക അല്ല. നീതിയുള്ള ജഡ്ജി ചെയ്യുന്നത് തെറ്റും ശരിയും മനസ്സിലാക്കി അവനെ ശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതാണ് ജഡ്ജിയുടെ റോള്. അതുകൊണ്ട് ഇപ്പൊ കർത്താവ് ചേർത്ത് പിടിക്കും. സ്നേഹമാണ്, കരുണയുള്ളവനാന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിച്ചു പോയാൽ കൈവിടപ്പെട്ടു പോകും. ജീവിച്ചു പോയാൽ കൈവിടപ്പെട്ടു പോകും. അവൻ ന്യായാസനത്തിലിരിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത, ആർക്കും മധ്യസ്ഥം പറയാൻ കഴിയാത്ത ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവ കുഞ്ഞുങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുക. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ലെങ്കിലും പറയുന്ന കേൾക്കാമല്ലോ. അതുകൊണ്ട് കണ്ടില്ലേലും വേണ്ടിയില്ല, കേട്ടാ മതി. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൂതന്മാർ അരുളി ചെയ്തു. അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു. ആ അരുളപ്പാടെ കേട്ടുകൊണ്ട് ശിഷ്യഗണം എന്താ ചെയ്തതെന്നറിയാമോ? ശിഷ്യഗണം ആ ഒലിവുമല വിട്ട് തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവർ പാർത്തിരുന്ന മാളിക മുറിയിലേക്ക് അവർ കയറിപ്പോയി എന്നാണ് തിരുവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 12 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ കാണുന്നത്. അവിടെ മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേരുവിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേരുവിവരങ്ങൾ അച്ഛാ ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 12 മുതൽ താഴോട്ടൊന്ന് വായിച്ചാട്ടെ. ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ, ശ്രദ്ധിച്ച് കേട്ടെ, കാതു തുറന്ന് കേട്ടെ, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയവരുടെ പേര് വിവരങ്ങളൊന്ന് വായിച്ചേച്ചാ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകും. അപ്പൊ കയറിപ്പോയവരുടെ ലിസ്റ്റ് കണ്ടോ? നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികൾ ഒന്നാമത്തെ പോപ്പെന്നും ഒന്നാമത്തെ മാർപ്പാപ്പ എന്നൊക്കെ ചില ആളുകൾ പറയുന്ന പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ തുടങ്ങി ശിഷ്യഗണം യേശുവിന്റെ അമ്മയായ മറിയ ഉൾപ്പെടുന്ന സംഘമാണ് മാളിക മുറിയിലേക്ക് കയറിപ്പോയത്. കേട്ടോണം. അങ്ങനെ കയറി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്ന എന്താണ്? വായിച്ച 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് പെരുന്നാൾ ദിവസം വന്നു. 50-ാം പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ ദിവസം വന്നു. ഈ പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കണം. ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും ദൈവത്തെ ആരാധിച്ചവരാ നമ്മൾ. ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. ആമേൻ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ വടക്കേ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ പോയി. ദൈവമക്കളെ, നമ്മളൊക്കെ മുട്ടുമ്മേലിരുന്ന് നിലവിളിക്കുന്ന രംഗമാണ്. നിങ്ങൾക്കറിയാമോ, ഛത്തീസ്ഗഡിൻ്റെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയി. നമ്മളെപ്പോലെ കമ്മലും മാലയൊന്നും ഊരി അവർ വരുന്നില്ല എന്നൊഴിച്ചാൽ രാവിലെ 8 മണിക്ക് 9 മണിക്കുള്ള ആരാധനയ്ക്ക് 5-5:30 ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി കെട്ടും പാട്ടവും, ഒരു തോളി കൊച്ച്, ഒരു തോളി കെട്ടും പാട്ടവും ഒക്കെ ആയിട്ട് ഈ സഹോദരിമാർ കിലോമീറ്ററോളം നടക്കുക. 5:30-6 മണിക്ക്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ പോയ സമയം അവിടുത്തെ സാഹചര്യങ്ങളോ കാലാവസ്ഥയോ ഒന്നും നോക്കാതെ അങ്ങ് പോയതാ. ഡ്രൈവ് ചെയ്ത് അങ്ങ് പോയതാ. ഞങ്ങൾ സഹോദരന്മാരെല്ലാം കൂടെ വണ്ടി ഓടിച്ച് അങ്ങ് പോയതാ. അവിടെ ചെന്നപ്പോൾ ഈ മൊബൈല് ഒരു 10 മിനിറ്റ് താഴോട്ട് വെച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയം മേശപ്പുറത്തോട്ട് വെച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് തൊടാൻ പറ്റുന്നില്ല. പഴുത്തു പോകുന്ന ചൂട്. ഞങ്ങളെല്ലാം ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന പോലെ ഇരിക്കുക. ആ ചൂടത്ത് ദൈവത്തെ ആരാധിക്കാൻ കിലോമീറ്ററോളം വാല ഉറുമ്പ് നടന്നു വരുന്ന പോലെ വരിക. വന്ന് ഇവര് എവിടെ ആരാധനയ്ക്ക് ഇരിക്കുന്നേ? മരത്തിൻ്റെ ചവിട്ടി കൊടും ചൂടത്ത് ആരാധനയ്ക്കിരുന്നു. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ സങ്കടം വന്നിട്ട് ആ ദൈവദാസനോട് പറഞ്ഞു, നമുക്ക് ഇച്ചിരി നേരത്തെ അങ്ങ് നിർത്താം, ഇവരെ ഇരുത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ പഴുക്കുക.
നമുക്കൊന്നും കാറിൻ്റെ എ സിക്കകത്തൊക്കെ സഞ്ചരിച്ച് എന്ന് ഇറങ്ങിയിട്ട് പഴുക്കുക. ഉടനെ അവിടുത്തെ ദൈവാസന്മാർ പറയുക, അങ്ങനെ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല, നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല അവരെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷേ ആരാധന തുടങ്ങി, ദൈവവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നില്ലേ, വേഗം നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഈ ജനം പറയുക, നിർത്തരുത്, ഞങ്ങളോട് ഇനിയും സംസാരിക്കാൻ. എൻ്റെ ദൈവമക്കളെ, 12 മണിയായിട്ട് അവരുടെയൊക്കെ ടവലൊക്കെ ഉണ്ടല്ലോ, വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞതുപോലെ വിയർപ്പ് തുടച്ച് നനഞ്ഞു കുതിർന്നിട്ടും അവർ ഒരെണ്ണം പോലും അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. ദൈവമക്കളെ, പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തിയിട്ട് എഴുന്നേറ്റ് പോകുന്നില്ല. അടിക്കുമെന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ട് ദൈവാസന്മാർ ആ വേല നിർത്തി മടങ്ങി വരുന്നില്ല. അവരൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ നമുക്കൊക്കെ എത്ര സൗകര്യം തമ്പുരാൻ തന്നിട്ടും നോക്ക്, ഒന്ന് കൈയടിക്കാൻ പോലും മനസ്സിൽ ഇല്ല അല്ലേ? അതൊക്കെ കുറച്ചിലായി തുടങ്ങി. നമുക്കിപ്പം കൈയടിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നമുക്കിപ്പോൾ കുറച്ചിലായി. അവരൊക്കെ നോക്കണം, പിള്ളേരൊക്കെ ചെണ്ട കൊട്ടിയെ തുള്ളിച്ചാടി അവരുടെ ആരാധനയൊക്കെ കണ്ടാൽ. ഇപ്പോൾ കേരളത്തിൽ 4 പരസ്യം നടത്തിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത, ഓ വലിയ സംഭവമൊക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നുള്ള ധാരണയാണ്. അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മളൊക്കെ ആവിയായി, ഒന്നും ചെയ്യുന്നില്ലല്ലോ കർത്താവേന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു ദൈവമക്കളെ. അമ്മാതിരി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങളാണ് കണ്ടത്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ തന്നു അല്ലേ? വായിക്കകത്ത് കമ്പിട്ട് കുത്തിയാൽ പോലും ഒരു സ്വോത്രം പറയാൻ നമുക്കിത് മനസ്സില്ലാത്ത അനുഭവത്തിൽ നമ്മൾ വന്നു അല്ലേ? കൈയടിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര കുറച്ചിലായി മാറി അല്ലേ? ആമേൻ. ആരാധനയ്ക്കൊക്കെ വരുന്നു ഇരിക്കുകയാണ് അല്ലേ? നമ്മളിങ്ങനെ എന്തുവാ ശ്വാസം പിടിച്ച് നമ്മൾ ഇരിക്കുകയാണ്. എന്തിനാണ്? നോക്ക്, കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ദൈവം തന്നിട്ടും നമ്മൾ പോരാത്തവരെ പോലെ ഇരിക്കുമ്പോൾ അറിയണം, ഇത്രയൊക്കെ ദൈവം നമുക്ക് തന്നില്ലേ, എങ്ങനെ ആരാധിച്ചാൽ ഒക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആമേ, പെന്തക്കോസ് നാൾ വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ആരാധിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായി. ഞാൻ വേഗത്തിൽ ആമേൻ ഓടി വരിക. അടുത്ത വാക്യം, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്ത വാക്ക്, അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നാണോ? ആണോ? പിന്നെന്താ? നാവ്. അവിടെ അഗ്നിയോട് ഉപമിച്ചത് പരിശുദ്ധാത്മാവിനെ അല്ല പ്രിയരെ, നാവിനെയാണ്. ഇന്ന് പലരും പരിശുദ്ധാത്മാവ് തീയാന്ന് പറഞ്ഞ് വചനം പഠിപ്പിക്കാതെ ആളുകളെ തുള്ളിക്കളിപ്പിക്കുക. ഓ തീ 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 പ്രാപിച്ചോ ഇപ്പോൾ തന്നെ, ഓ കത്തട്ടെ ഭും ഇങ്ങനെയൊക്കെ പറയുകയാണ്. പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല, നാവിനെയാണ് തീയോട് ഉപമിച്ചത്. ഇതൊന്നും വായിക്കാതെ ഇനിയിപ്പോൾ ഉപമിച്ച് തന്നെ ഇരിക്കട്ടെ, ഉപമയെ അക്ഷരീകമാക്കാമോ? ആക്കാമോ? വേദപുസ്തകത്തിൽ ആലങ്കാരിക പ്രയോഗമുണ്ട് ഇല്ലേ? ഉണ്ടോ? യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ആലങ്കാരികമാ. നിങ്ങൾ നാളെ തൊട്ട് തേക്കും തടിയുടെ ഒരു കഥകെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു മെഴുകുതിരിയും കത്തിച്ചിട്ട് പ്രാർത്ഥിക്കൂ, യേശുവേ നീ വാതിലാകുന്നു. ചെയ്യത്തില്ല. ആലങ്കാരികമാണ്. നമുക്ക് ബോധമുണ്ട് അല്ലേ? അല്ലേ? ആലങ്കാരികം. ഉപമ പോലെ എന്ന വാക്ക് വന്നാൽ എന്താണ്? ഉപമയാ. യോഹന്നാൻ പറയുന്നു, അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നത് പോലെ ഒരു കുഞ്ഞാട്. ഇവിടെ ഏതെങ്കിലും ഇറച്ചിക്കടയിൽ പോയി നോക്കുക, ഒരാട് അറുത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമോ? ഇല്ല. പക്ഷെ അറുക്കപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട് യേശു മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് നിൽക്കുക. എന്തിനോടാ ഉപമിച്ചത്? അവൻ അനുസരണയുള്ള കുഞ്ഞാട്. നിങ്ങൾ ആരാന് കഴിഞ്ഞിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ഒരു ആട് നിൽക്കുക. അയ്യോ യേശു അപ്പ ചർച്ചയിൽ വരാഞ്ഞ് എന്താന്ന് ചോദിക്കാറുണ്ടോ? പറ. നമുക്ക് ബോധമുണ്ട് അത് ഉപമയാണ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങുന്ന ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. യോഹന്നാന്റെ കണ്ണിൽ ഈ പരിശുദ്ധാത്മാവ് ഏകദേശം ഒരു പ്രാവിന്റെ രൂപത്തിലായിരുന്നു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പ്രാവാണോ? ആണോ? അതിന്റെ അർത്ഥം നമ്മുടെ യോഗങ്ങളിലെല്ലാം, നമ്മുടെ നോട്ടീസിലെല്ലാം 2 പ്രാവ് അപ്പുറം വേണമെന്നാണോ? ഒരു പ്രാവെന്ന പോലെ ഒരു ഉപമയാണത്. അതുകൊണ്ട് നമ്മൾ റോഡിൽ കാണുന്ന പ്രാവിനോടൊക്കെ ആത്മാവേ എൻ്റെ കൂടെ വരുമെന്ന് വല്ലതും പറയാറുണ്ടോ? നമുക്ക് ബോധമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പലരും തീയാക്കിയിട്ട് തീ പോലെ, ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ യാഥാർത്ഥ്യം അതാ. ചുമ്മാ ഇട്ട് തുള്ളി പെരുപ്പിക്കുന്ന തീ അല്ല പരിശുദ്ധാത്മാവ്.
ഇങ്ങനെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഓരോന്ന് എഴുതി വിടുന്ന പാട്ടുകാർ, അവർ കാണാത്ത പല വചനങ്ങൾ ഇതിനകത്തുണ്ട്. കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് വചനം ഇഷ്ടം പോലെ ഉണ്ട്. ഇസ്രായേലെ ഇസ്രായേലെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായി. നിനക്കോ മനസ്സായില്ല. ചോദിക്കട്ടെ, പിതാവായ ദൈവത്തെ എന്തിനോടോ ഉപമിച്ചേ? പറ, മനസ്സിലായില്ല. ഇസ്രായേലെ ഇസ്രായേലെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കും പോലെ പലവട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക്. ആ എനിക്ക് ദൈവമാണ് പറയുന്നത്. അപ്പൊ പിതാവായ ദൈവത്തെ ആരോടാ ഉപമിച്ച? പറ, ഒരമ്മ കോഴിയോടല്ലേ? ഇതൊക്കെ ഇവന്മാർ കണ്ടെങ്കിലോ, കോഴി പോലെ ഇറങ്ങണമേ, ചുണ്ടും കൊണ്ട് കൊത്തേണമേ. അപ്പോഴും നമ്മൾ തുള്ളും. നമുക്കിപ്പോൾ വരിയൊന്നും വിഷയമല്ല. കൊട്ടാൻ 2 തമ്പേറും തുള്ളാൻ ഒരു ഋതവും ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? വരിയൊന്നും നമുക്ക് വിഷയമല്ല, നമ്മൾ തുള്ളും. എന്തൊരു ദയനീയ കാഴ്ചയാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ഇത് പിണങ്ങാനല്ല, യാഥാർത്ഥ്യം. ഇവിടെ അഭിഷിക്തന്മാർ, സീനിയറായിട്ടുള്ള അഭിഷിക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞത് തെറ്റെങ്കിൽ അവർ തിരുത്തട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഒരു പാട്ട് എഴുതുന്നതിന് ഇതിനകത്ത് പ്രമാണമുണ്ട്. ഇതിനകത്ത് പ്രമാണമുണ്ട്. ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഇന്ന് യഹോവയായ ദൈവം നിങ്ങളോട് കൽപ്പിച്ച ഈ കൽപ്പനകളെല്ലാം നിങ്ങൾക്ക് ഒരു വായ്പാട്ടായിരിക്കണം. അത് നിങ്ങളുടെ തലമുറകൾക്ക് മനഃപ്പാഠമായി കൊടുക്കണം. അതവരെ പഠിപ്പിക്കണം. പറഞ്ഞിരിക്കുക. അയ്യോ, അത് പഴയ നിയമത്തിലല്ലേ ഭാഷ? പുതിയ നിയമത്തിൽ ഇണവാക്യം വെൽഡ് ചെയ്യാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചുമെന്നാണ് വാക്യം. തമ്മിൽ പഠിപ്പിച്ചുമെന്നാണ് വാക്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാട്ടെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കണം. ആ കൽപ്പന പാടുമ്പോൾ തമ്മിൽ പഠിപ്പിക്കുന്നതായിരിക്കണം. അത് തലമുറകൾക്ക് മനഃപ്പാഠമായിരിക്കണം. ഉദാഹരണം, ഈ ഇരിക്കുന്ന കുഞ്ഞിനോട് നാളെ നീ 84 സങ്കീർത്തനം പഠിച്ചോണ്ട് നാളെ ഇവിടെ ആരാധനയ്ക്ക് വരാവുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കുഞ്ഞിനും പറ്റുമോ? 119 സങ്കീർത്തനം കാണാതെ പഠിച്ച പിള്ളേർ നമ്മുടെ ഇടയിലുണ്ട്, ശരിയാ. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഈ കുഞ്ഞിനോട് പറയാം, നാളെ നീ മര്യാദയ്ക്ക് 84 സങ്കീർത്തനം കാണാൻ പഠിച്ചുകൊണ്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കുഞ്ഞിന് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അവളോടൊരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം. ആ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ. അതേത് സങ്കീർത്തനമാ? കുരുകിൽ തനിക്കൊരു വീടും മീവൽ ഭക്ഷിത. അതേ സങ്കീർത്തനമാ? 84 സങ്കീർത്തനം. അത് കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ആ കുഞ്ഞിന് അതൊരു പാട്ടായി പഠിക്കാൻ കഴിയും. ആ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ആ വചനം പരസ്പരം പഠിപ്പിക്കുന്നതായി മാറും. അതാണ് പാട്ട്. അല്ലാതെ വായി തോന്നുന്നതല്ല എഴുതി വെച്ചിട്ട്. നാളൊരു ചെറുക്കൻ, പണ്ടേ ഞാനൊരു തല്ലിപ്പൊളിയ, എന്തൊരു പറയാനാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഇതുപോലെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത വട്ടന്മാര് എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുന്നതല്ല പാട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും ദൈവസഭയ്ക്കകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇതൊന്നും പലർക്കും ഇഷ്ടമില്ല പറയുന്നത്. പക്ഷെ വചനത്തിന്റെ പ്രമാണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല. അപ്പൊ ചില ആളുകൾ ഒരു വാക്യം എടുത്തോണ്ട് വരിക. എനിക്കറിയാം, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നിലും ബലമേറിയവൻ പുറകെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പാസ്റ്ററെ? പറഞ്ഞു പാസ്റ്ററെ. അതിനെന്താണെന്ന് അറിയണോ? യോഹന്നാൻ പറഞ്ഞ നിങ്ങൾ, യോഹന്നാൻ അഡ്രസ് ചെയ്ത നിങ്ങൾ സഭയാണോ? പറ. അതിന് വചനം പഠിക്കണം. യോഹന്നാൻ അഡ്രസ് ചെയ്ത നിങ്ങൾ സഭയാണോ? ഒന്ന്, യോഹന്നാൻ അഡ്രസ് ചെയ്ത ന്യായപ്രമാണത്തിന് കീഴെയുള്ള ജനത്തെയാണ്. അതാരാ? ഒന്ന്, യഹൂദൻ. 2, യഹൂദനല്ലാത്ത സകലരെയും ബൈബിൾ വിളിച്ച എന്താ? ജാതി. യഹൂദന്മാരോടും ജാതികളോടും യോഹന്നാൻ അഡ്രസ് ചെയ്യാണ്. പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവരെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവൻ. ന്യായം വിധിക്കാനുള്ള യേശുവിന്റെ അധികാരത്തെയാണ് യോഹന്നാൻ പറഞ്ഞത്. അത് അറിയണമെങ്കിൽ താഴോട്ടും കൂടെ വായിക്കണം. യോഹന്നാൻ എന്നിട്ട് പറഞ്ഞു, വീശുമുറം ആ വരുന്നവന്റെ പക്കലാ ഉള്ളത്. അവനാണ് വീശുന്നത്. നല്ലത് അവൻ വേർതിരിക്കും, ആകാത്തത് അവൻ തീയിലിട്ട് ചുട്ടുകളയും.
വിശ്വസിക്കുന്നവരെ അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവരെ തീയിലിടാനും അവൻ അധികാരമുണ്ട്. കാരണം ഞാൻ നേരത്തെ വായിച്ചു യോഹന്നാൻ 5:22, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. 5:22 അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. 5:27 രണ്ട് വാക്യങ്ങൾ ചേർത്തുകൊണ്ട് യേശുവിന്റെ അധികാരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇത് ഷമീർ പാസ്റ്റർ എങ്ങനെയാ തെളിയിക്കുന്നതെന്നല്ലേ? തെളിയിക്കാം. ഇതേ യോഹന്നാന്റെ സ്നാന ശുശ്രൂഷയെക്കുറിച്ച് ഇതേ കാര്യം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യം പുതിയ നിയമത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:4. കൂടിയിരിക്കുമ്പോൾ ആ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പൊ യേശു പറഞ്ഞപ്പോൾ എന്ത് കട്ട് ചെയ്തു? തീ കട്ട് ചെയ്തു. എന്തുകൊണ്ടാ? യേശു അഡ്രസ് ചെയ്ത നിങ്ങൾ രക്ഷിക്കപ്പെട്ട സഭയാണ്. യോഹന്നാൻ അഡ്രസ് ചെയ്ത നിങ്ങൾ യഹൂദനും ജാതികളുമാണ്. ദൈവസഭയ്ക്ക് തീയില്ല, ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവേ ഉള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും അറിയാതെ ഈ വചനം പ്രസംഗിക്കാൻ കയ്യിലില്ലാത്തവര് ആദ്യം എന്തെങ്കിലും ഒരു വാക്യം എടുക്കും, എന്തെങ്കിലും 2 എണ്ണം പറയും 10 മിനിറ്റ്, പിന്നെ എന്തോ പറയാമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും, ഓ പ്രാപിച്ചോ ഇപ്പൊ തന്നെ ശക്തിയോടെ ഇങ്ങനെ പറഞ്ഞ് കിടന്ന് കഥകളി നടത്തുന്നത് വചനമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? 4 എണ്ണത്തെ തള്ളിയിട്ട് നടുവൊടിച്ച് അങ്ങോട്ട് താഴെ വീഴും. പിന്നെ ചില പെണ്ണുങ്ങൾ വീട്ടിൽ നിന്നേ വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്നതുകൊണ്ട് അതിന് തലയിലൊന്നും വെക്കണമെന്നില്ല, അങ്ങോട്ട് ചെന്നാൽ മറിഞ്ഞ് വീഴാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിങ്ങനെ വീണ് നടുവൊടിഞ്ഞ് പിന്നെ കെട്ടിയോൻ കിടന്ന് അനുഭവിക്കണം. ഇതെല്ലാം എന്നിട്ട് പറയും, ഓ ഇന്ന് എന്തൊരു ഉണർവായിരുന്നു അറിയാവോടി, ഒന്ന് വരണമായിരുന്നു. എന്നാ ഉണർവ്? 4 എണ്ണം വീണു, അതാ ഉണർവ്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള പിതാക്കന്മാരോട് ചോദിക്കണം, ഉണർവെന്ന വാക്ക് അഭിഷിക്തന്മാർ പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അവരെന്തിനാ പറഞ്ഞെന്നറിയാമോ? ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും വചന ശുശ്രൂഷ കഴിയുമ്പോഴും ദൈവദാസന്മാർ മൈക്കെടുത്ത് ഇന്ന് കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ കസേരയിൽ ഇരിക്കുന്ന ദൈവമക്കൾ പോലും നിലത്തിറങ്ങി മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവസന്നിധി നിലവിളിച്ച് നെടുമ്പാട് സമർപ്പിക്കുന്ന അനുഭവത്തെ നോക്കിയാണ് അപ്പച്ചന്മാർ പറഞ്ഞത് ഇന്ന് ദൈവസഭയ്ക്കകത്ത് വലിയ ഉണർവായിരുന്നെന്ന് പറഞ്ഞത്. ജനം മനം തിരിഞ്ഞ് കർത്താവിങ്കലേക്ക് തിരിയുന്നതിനെയാണ് 1-ാം നൂറ്റാണ്ടിൽ ഉണർവെന്ന് വിളിച്ചത്. അതൊക്കെ മാറി. ഇപ്പൊ ഉണർവിന് വേറെ വ്യാഖ്യാനം. പ്രസംഗകൻ സ്റ്റേജിൽ കിടന്ന് തുള്ളിച്ചാടി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിക്കുന്നതാണ് ഉണർവെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇന്ന് രാത്രി മടങ്ങി വരവുണ്ടാകട്ടെ. ആമേൻ. മണിക്കൂറുകൾ നിന്ന് പഠിപ്പിക്കേണ്ടുന്ന പഠനമാണിത്. കർത്താവ് അനുവദിച്ചാൽ ആമേൻ ഉപവാസ പ്രാർത്ഥനകളൊക്കെ വെച്ചിട്ട് പഠിക്കാനിരിക്കുക. മണിക്കൂറോളം പഠിപ്പിക്കാം വേദപുസ്തകത്തിൽ ലേഖനങ്ങളുടെ പഠനം. ആമേൻ. ഇന്ന് അതിലേക്ക് കയറാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാ, ശ്രദ്ധിച്ചോ. ആമേൻ. അപ്പോ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നമുക്കറിയാം, അവിടെ അങ്ങ് നിൽക്കുന്നില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പത്രോസ് ആത്മാവിൽ നിറഞ്ഞ് ഒറ്റ പ്രസംഗം. ബൈബിൾ എഴുതിയിരിക്കുന്നു 2:37. എന്താ വായിച്ചേ? പ്രവൃത്തി 2:37. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ ഈ വാക്കുകളെ കേട്ടിട്ട് കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുന്നേറ്റ് നിന്ന ഒറ്റ പ്രസംഗം കേട്ടവരുടെ ചങ്കത്ത് നിങ്ങൾ പറ കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ ദൈവമക്കളെ, ഈ പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാൽ ഇക്കിളിയല്ല കൊള്ളുന്നത്, ചങ്കത്ത് കത്തി കയറും. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് കടന്ന് എന്ന് കുത്തി 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 അകത്തോട്ട് കയറി അവർക്ക് കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ആമേൻ, ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ചങ്കത്ത് കുത്തുകൊള്ളുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം, അങ്ങേര് പരിശുദ്ധാത്മാവിലാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ നമുക്കിപ്പം കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും വേണ്ട. ഇന്ന് ദൈവദാസന്മാർ വചനം പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു അച്ചായന് കുത്തുകൊണ്ടുപോയാൽ ഉപദേശിയുടെ കൊങ്ങാക്കി പിടിക്കാനുള്ള പണി അവിടെ തുടങ്ങും. അല്ലേ? വീട്ടിൽ ചെന്ന് ഫോൺ അങ്ങോട്ട് എടുക്കും, മറ്റേ അച്ചായനെ വിളിക്കാം. അയ്യോ അച്ഛാ, ഇന്ന് അച്ചായൻ ചർച്ചിലുണ്ടായിരുന്നോ? പിന്നെ ഞാൻ പുറകിലുണ്ട്. ഇന്ന് പുള്ളി പ്രസംഗിച്ചൊക്കെ കേട്ടല്ലോ. കേട്ടു.
വല്ലതും മനസ്സിലായോ? പിന്നെ നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്, മനസ്സിലായി. അടുത്ത കമ്മിറ്റി ആട്ടെ, അങ്ങനെ വിടാൻ പിന്നെ അങ്ങോട്ട് ചർച്ചയാണ്. എടാ, നിനക്ക് കുത്തുകൊണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെടുന്ന, നീ ഉപദേശിയുടെ കൊങ്ങാക്കി പിടിക്കാൻ നിൽക്കാതെ നീ മാനസാന്തരപ്പെട്. നിന്റെ അകത്ത് സൂത്രം ഇരിക്കുന്നുണ്ടാ നിനക്ക് കുത്തുകൊണ്ടെന്ന്, നീ മാനസാന്തരപ്പെടണം. അല്ലാതെ ഉപദേശിയുടെ കൊങ്ങാക്കി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കുത്തുകൊള്ളുന്നൊന്നും ഇപ്പോൾ വേണ്ട. ഇപ്പോഴത്തെ നമ്മുടെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതുകൊണ്ട് ഇറങ്ങി വണ്ടി ചെന്ന് കയറി ഫോൺ എടുത്ത്, അയ്യോ 4 മിസ് കോള് ഇങ്ങോട്ട്, വിളിച്ചായിരുന്നോടി, വിളിച്ചായിരുന്നു, കൺവെൻഷൻ ആയോണ്ടാ എടുക്കാഞ്ഞ കേട്ടോ. ആരായിരുന്നടി പ്രസംഗിച്ച ഇന്നാളാ, എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഒന്നും പറയണ്ടടി, വരണമായിരുന്നടി, ചിരി 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 ചിരിച്ച് എൻ്റെ മോനെ വയറ് വേദനിച്ച്. വയറ് മനസാക്ഷി കൈവച്ചുകൊണ്ട് പറ, ഇതല്ലേ ഇന്ന് നടക്കുന്നത്? ചിരിക്കാനാണ് ജനം വരുന്നതെന്ന് മനസ്സിലാക്കി ഇപ്പൊ പ്രസംഗകർ എന്ത് തീരുമാനിച്ചു? ചിരിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മുടെ യോഗങ്ങളിൽ മാനസാന്തരമുണ്ടോ? ജനം രക്ഷിക്കപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള പ്രസംഗങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ജനങ്ങളുടെ ചങ്കത്ത് കുത്തുകൊള്ളുന്ന, മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്ന, മുറിവേൽക്കുന്ന പ്രസംഗങ്ങൾ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ എഴുതിയിരിക്കുന്നു, അത് കേട്ടവരുടെ ചങ്കത്ത് കത്തികേറി. കുത്തുകൊണ്ടവർ നിലവിളിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ ചങ്കത്ത് തുളച്ചു കയറി. ഞങ്ങൾ എന്ത് ചെയ്യണം? സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേറ്റോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഒരു ഭാഗം കൂടെ പറഞ്ഞ് 5 മിനിറ്റ് നിർത്താം. എന്തായാലും ലേഖനങ്ങളുടെ പശ്ചാത്തലം പറയാൻ വന്ന അവിടെ പറഞ്ഞു നിർത്താം. അതിൻ്റെ അകത്തോട്ട് കയറാൻ ഇന്ന് സമയമില്ല. ഇനി ഒരിക്കൽ കർത്താവും നിങ്ങളും അനുവദിക്കുന്നെങ്കിൽ, സഹിക്കാൻ തയ്യാറാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടാം. ശ്രദ്ധിച്ചേ. ആമേൻ. അവരൊരുമിച്ച് ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് സ്നാനമേൽക്കാൻ രംഗത്ത് വന്നു. അടുത്ത വാചകം പറയുന്നു, അവർ സ്നാനപ്പെട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞ സഭ അവിടെ ആരംഭം കുറിച്ചു. അനേക ആളുകൾ കർത്താവിലേക്ക് വന്നു. ഇനി പറയുന്ന 5 മിനിറ്റ് ശ്രദ്ധയോടെ കേൾക്കണം. അനേക രക്ഷിക്കപ്പെട്ടു. കർത്താവ് സഭയോട് ആത്മാക്കളെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ അടങ്ങിയില്ല. അവർ പിന്നെയും പുറപ്പെട്ടു പോയി സകലയിടങ്ങളിലും കർത്താവിനെ പ്രസംഗിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിച്ചോണം, ഇനിയുള്ള 5 മിനിറ്റ് ശ്രദ്ധിക്കണം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവർ പ്രസംഗിച്ചിടത്തെല്ലാം ദൈവം അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആ ദൈവപ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും നടക്കും, നാളെയും നടക്കും, ദൈവമുള്ള കാലത്തോളം നടക്കും. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു, ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവം അനന്യമാണെങ്കിൽ ദൈവപ്രവൃത്തിയും അല്ലേ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മാത്തൂട്ടിച്ചാനോട് ചോദിക്കുകയാണ്, അച്ഛാ നമ്മുടെ കൺവെൻഷന്റെ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ട്, അച്ഛൻ ആ മരത്തെ കയറി ഇതൊന്ന് വലിച്ചു കേട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും, എന്നെ കളിയാക്കിയൊന്നും വേണ്ടടാവേ, കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ 9 ഫ്ലക്സ് ഞാൻ കെട്ടുമായിരുന്നു, പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും ഒക്കുന്നില്ലടാ, വയസ്സായില്ലയോ എന്ന് പറയും. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പറയുമോ, പണ്ടൊക്കെ വെക്കുമായിരുന്നടാവേ, ഇപ്പം വയസ്സായി, പഴയ പോലൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് പറയുന്നൊരു ദൈവമാണോ നമ്മുടെ ദൈവം? അല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തിയും അനന്യമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവ് വചനത്തെ ഉറപ്പിച്ചു പോന്നു. ആ ദൈവപ്രവൃത്തി ഇന്നും വേണമെങ്കിൽ നടക്കുമെന്ന് ഷമീർ പാസ്റ്റർ പറഞ്ഞില്ലേ? യെസ്, അത് വിശ്വസിക്കുന്നു. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു സത്യം പെന്തക്കോസ്തുകാരുടെ തലയിൽ കയറിയിട്ടില്ല. എന്ത്? അന്നെന്ന പോലെ ഇന്നും നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, ആരുടെ നടുവിൽ എന്തിനു വേണ്ടി? ആരുടെ നടുവിൽ എന്തിനു വേണ്ടി ദൈവം അത് ചെയ്തു എന്നുള്ളത് നമ്മുടെ തലയിൽ കയറിയിട്ടില്ല. ആരുടെ നടുവിൽ എന്തിനു വേണ്ടി ചെയ്തു? പറയാം. അവർ പ്രസംഗിച്ചതെല്ലാം ആരുടെ നടുവിലായിരുന്നു? 1 യഹൂദന്റെ, 2 ജാതികളുടെ, അല്ലേ?
യഹൂദന്റെയും ജാതികളുടെയും നടുവിൽ അവർ പ്രസംഗിച്ചു. എന്തായിരുന്നു അവരുടെ പ്രസംഗം? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെയാണ് മശിഹ. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. ഇതായിരുന്നു അവിടെ പ്രസംഗം. ഹല്ലേലൂയ. ഇവിടെ പലയിടത്തും സുവിശേഷ യോഗം, വലിയ കൺവെൻഷൻ. ഒരു ദിവസം ഞാൻ വഴി പോയപ്പോൾ ഒരു വലിയ സുവിശേഷ യോഗം എന്ന്. നമുക്കിത് സന്തോഷമുള്ള കാര്യമാണ്. ഇച്ചിരി നേരം വണ്ടി നിർത്തി കേൾക്കാമെന്ന് വിചാരിച്ചു. കാറ് നിർത്തി, ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കേട്ടോണ്ട് സുവിശേഷ യോഗം. പരിസരക്കാരുള്ള ആളുകൾ, അവിടെ ഇവിടെ ഉള്ള ആളുകളൊക്കെ കടകൾ കടത്തിണ്ണയിലും റോഡിലൊക്കെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടിങ്ങനെ കൊതിച്ച് ഈ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് പച്ചയ്ക്ക് സുവിശേഷം വിളിച്ച് പറയാമെന്നൊക്കെ ഇങ്ങനെ തിളച്ച് നമ്മളിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗം പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭർത്താക്കന്മാർ അടുക്കളയിൽ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം. കൺവെൻഷൻ പ്രസംഗമാണ്. അവസാനം പുള്ളി പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, മര്യാദയ്ക്ക് അടുക്കള കയറി പാത്രം കഴിക്കണം, പച്ചക്കറി അരിഞ്ഞോണമെന്ന്. സഹോദരിമാർക്കൊക്കെ സന്തോഷമായി. ഹല്ലേലൂയ. മനസ്സിലായോ? ഇതായിരുന്നില്ല അപ്പോസ്തലന്മാരുടെ പ്രസംഗം. അവരിറങ്ങി നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് ഞങ്ങളും പ്രസംഗിക്കുന്നത്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അതെന്താ കാര്യം എന്നറിയാമോ? അപ്പോസ്തലന്മാരെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു അല്ലേ? പക്ഷേ പിടിച്ചിട്ട് ഇനി ഈ ജംഗ്ഷനി മിണ്ടരുതെന്നും പറഞ്ഞ് തൽക്കാലം 2 അടി കൊടുത്ത് വിട്ടു. അടുത്ത വാക്യം വേറെ ആരും, എല്ലാ വാക്യവും വരയിടത്തില്ലല്ലോ. അടുത്ത വാക്യവും താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവർ വീട്ടിൽ പോയി 21 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു എന്നാണോ? ആണോ? എന്നാ ഓർമ്മയുള്ളവർ പറഞ്ഞ എന്താന്ന്? പിന്നെ അവർ വീട് തോറും വിടാതെ യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിച്ചുകൊണ്ടിരുന്നു. ജംഗ്ഷനിൽ പ്രസംഗിക്കരെന്ന് പറഞ്ഞ് അടി കൊടുത്തപ്പോൾ വീട്ടിൽ കയറാൻ തുടങ്ങിയതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവ്. ആ സ്ഥാനത്ത് ഇന്ന് ഷമീറോ ഉണ്ണികൃഷ്ണൻ പാസ്റ്ററോ എങ്ങാനും ചാച്ചിപ്പുന്നലിന് മേലെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് 2 അടിയും തന്ന് ഞങ്ങളെ വിട്ടെന്ന് വെച്ചു. ഞങ്ങൾ വീണ്ടും 4 വീട്ടിൽ കയറി പറയാൻ തുടങ്ങിയെന്ന് വെച്ചു. അവന്മാരെല്ലാം കൂടെ പിടിച്ചാൽ ഇന്നത്തെ പെന്തിക്കോസുകാർ എന്ത് പറയുമെന്നറിയോ നിങ്ങൾക്ക്? മര്യാദയ്ക്ക് അവന്മാർക്ക് അടിയും കൊടുത്തിട്ട് ആദ്യം അവർ, ആ ചെറുപ്പക്കാരാ BJP പിള്ളേർ, അവർ നല്ലവരായതുകൊണ്ട് അവർ ആദ്യം പറഞ്ഞു മേല ഇവിടങ്ങും വന്ന് ഒരു വാണിയും കൊടുത്ത് വിട്ടാ പിന്നെ ഈ വീട്ടുകളിൽ പോയി കയറേണ്ട കാര്യം ഉമാർക്കുണ്ടോ? വെറുതെ അഹങ്കാരം കൊണ്ട് തല്ലി മേടിച്ചെന്ന് ആദ്യം പറയുന്ന ആരായിരിക്കും? നമ്മുടെ ആളുകളായിരിക്കും ദൈവമക്കളെ. കാരണം നമ്മുടെ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ഈ കാണുമ്പോൾ തുത്തുന്ന് അടിക്കാനുള്ളത് ഉള്ളൂ. പക്ഷെ അപ്പോസ്തലന്മാരുടെ അകത്തിരുന്ന പരിശുദ്ധാത്മാവ് അതല്ല. അവർ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവർ. ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കട്ടെ, ആഗ്രഹമുണ്ടെങ്കിലും. ആമേൻ. അവർ പ്രസംഗിച്ചിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടത്തി. എന്തിന്? യഹൂദന്റെയും ജാതികളുടെയും മുമ്പിൽ യേശു തന്നെയാണ് മശിഹ എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം അത്ഭുതം ചെയ്തപ്പോൾ, ആ അത്ഭുതം നിമിത്തം, ആ അടയാള നിമിത്തം, ആ രോഗസൗഖ്യ നിമിത്തം, ആ ഭൂതശാന്തി നിമിത്തം യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും അനേകർ ആരിൽ വിശ്വസിച്ചു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതിനാ ദൈവം അത്ഭുതം ചെയ്തേ. വിശ്വസിച്ച ഇടത്തെല്ലാം എന്തുണ്ടായി? സഭ ഉണ്ടായി. ചോദ്യം, ആ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളിൽ സിംഹഭാഗം എഴുതിയിരിക്കുന്ന ആരാ? പൗലോസ് ആരാ? കൃപാവരങ്ങളുടെ ആധിക്യമുള്ള, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള, മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച, നിഴൽ തട്ടിയ രോഗി സൗഖ്യമാകുന്ന കൃപാവര ശ്രേഷ്ഠനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. ചോദ്യം നിങ്ങളോട്, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് എഴുതിയോ? പറ, പഠിക്ക്. എന്തേ? അപ്പോസ്തല പ്രവൃത്തിയിൽ ലേഖനത്തിലോട്ട് വന്നപ്പം പൗലോസിന്റെ കൃപയൊക്കെ അങ്ങ് ആവിയായി പോയാ? പൗലോസിന്റെ കൃപ എങ്ങും പോയിട്ടല്ല. അകത്തു വന്നവനോട് ഇനി അത്ഭുതമല്ല, അടയാളമല്ല ആമേ വെളിപ്പെടുത്തുന്നത്. അകത്തു വന്നവനോട് ഒന്നേ പ്രൊജക്റ്റ് ചെയ്യാനുള്ളൂ, മര്യാദയ്ക്ക് ജീവിച്ച് കർത്താവിനോടുകൂടെ നിത്യത പ്രാപിക്കണം. അകത്തു വന്നവനോട് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അത്ഭുതമല്ല, അടയാളമല്ല, നിത്യതയാണ്. തിരിച്ചറിയുന്നുണ്ടോ? ഇനി അപ്പൊ അകത്തു വന്നവൻ എന്തു വേണം? ദൈവസഭയ്ക്ക് അകത്തു വന്നവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവിക പ്രമാണത്തിൽ നിന്നും സകല കൃപാവരങ്ങളും അകത്തു വന്നവൻ പ്രാപിക്കണം.
എന്നിട്ട് ഈ സത്യം അറിയാതെ പുറത്ത് കിടക്കുന്നവരുടെ ഇടയിൽ പോയി കൃപാവരം ജ്വലിപ്പിക്കണം. അവിടെ അത്ഭുതം നടക്കണം, അവിടെ അടയാളം നടക്കണം, അവിടെ സൗഖ്യം നടക്കണം. അത് നിമിത്തം ഒരു കൂട്ടം ആളുകൾ ആലയത്തിലോട്ട് കയറി വരണം. അതിനാണ് കൃപാവരം ഉള്ളവൻ അകത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് പോകണം. ഇതാണ് പ്രമാണം. പക്ഷെ ഇന്നിവിടെ നടക്കുന്ന അതാണോ? ഇന്ന് രോഗസൗഖ്യം ഉണ്ടെന്ന് പറയുന്നവൻ പുറത്തൊരു മെഡിക്കൽ കോളേജിൽ പോകാൻ അവന് നട്ടലില്ല. അവൻ ഇവിടെ അകത്തു വന്ന് വീണ്ടെടുക്കപ്പെട്ട പെന്തിക്കോസുകാരെ സ്റ്റേജെ കയറ്റി കുനിഞ്ഞ് നിവർന്ന് നടുവേദന പോയി. ഇതാണോ പണി? ഈ പണിയല്ല വേദപുസ്തകം പറയുന്നത്. നിനക്ക് കൃപാവരമുണ്ടെങ്കിൽ നീ പുറത്തുള്ള ജനത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങ്. അകത്ത് വന്നവൻ ഇവിടെ ഇടയനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പുസ്തകം പഠിക്കുന്നേ. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ അകത്ത് കിടന്ന് ഈ പിമ്പിരി കാണിക്കുന്നതല്ല ദൈവവചനത്തിലെ കൃപാവരം. ഓ, യേശു കഷണ്ടിയിൽ മുടി കിളിർപ്പിക്കുന്നു. യേശു പല്ലിന്റെ പോട് ഇപ്പൊ അടയ്ക്കുക. പിന്നെ യേശുവിന്റെ പണി പല്ലിന്റെ പോടടയ്ക്കലല്ലേ? ഓ, നിന്റെ നാറിയ പല്ലിന്റെ പോടടയ്ക്കാനാ യേശു. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, കർത്താവിനെ വില കുറച്ച് സമൂഹത്തിൽ ആമൻ ഇതുപോലെ കർത്താവിനെ കോമാളി വേഷം കെട്ടിക്കുന്ന ഇത്തരം കലാപരിപാടികൾ അവസാനിപ്പിക്കണമെങ്കിൽ കൃപാവരമുള്ളവൻ അകത്തുനിന്ന് എഴുന്നേക്കണം, പുറത്തു പോകണം. മനസ്സിലാകുന്നുണ്ടോ? കൃപാവരങ്ങൾ സകലതും ദൈവസഭയ്ക്ക് വേണം. അത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച് പുറത്തിറങ്ങി സഭയ്ക്കകത്ത് ആത്മാക്കളെ നേടണം. അതിനാണ് കൃപാവര ശുശ്രൂഷ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ അകത്ത് വന്നവന് രോഗം വന്നാലോ? അകത്ത് വന്ന് സ്നാനപ്പെട്ടവന് രോഗം വരത്തില്ലെന്ന് ഏതെങ്കിലും ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇനി അഥവാ അകത്ത് വന്നവന് രോഗം വന്നാലോ? അതിന് പ്രമാണം എഴുതി വച്ചിരിക്കുന്നു, നിങ്ങളിൽ രോഗിയായി കിടക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനെ വിളിപ്പിക്കട്ടെ. അല്ലേ? അല്ലേ? അവൻ എൻ്റെ നാമത്തിൽ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ ഓരോരുത്തർ തമ്മിൽ പാപങ്ങളെ എന്നാണ് മലയാള പരിഭാഷയിൽ. പക്ഷെ മൂലഭാഷ അങ്ങനല്ല. നിങ്ങൾക്ക് സൗഖ്യം വരണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തമ്മിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ആരാധന കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ അടുത്തിരിക്കുന്നവനെ നോക്കി മോന്തയും വീർപ്പിച്ചോ പറഞ്ഞാ പോയതെങ്കിൽ നിനക്ക് സൗഖ്യം വേണമെങ്കിൽ ആദ്യം അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് നിന്റെ ശുശ്രൂഷകൻ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം വരുമെന്ന്. അയ്യോ പാസ്റ്ററെ, എനിക്കങ്ങനെ ആരോടും ദേഷ്യം ഇല്ലാത്ത ആളാ, എന്നിട്ടും ഞങ്ങളുടെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വന്നില്ല. പുള്ളിക്ക് കൃപയില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? എന്നിട്ടും വന്നില്ലെങ്കിൽ ബൈബിൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഇപ്പൊ ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ കൃപ. ഇപ്പൊ ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഇച്ചിരി കൂടെ അടുത്തിരിക്കണമെങ്കിൽ, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചേർന്നിരിക്കണമെങ്കിൽ ഇത് നിനക്ക് വെച്ചിരിക്കുക, അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഇതിലൂടെ കടന്നു പോകാനുള്ള കൃപ ഞാൻ നിനക്ക് അങ്ങോട്ട് തരാം. അതാ പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, അകത്തു വന്നവൻ എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ലേഖനങ്ങളുടെ അകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രൊജക്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. ഒരു പക്ഷേ രോഗസൗഖ്യമോ അത്ഭുതമോ അടയാളമോ യേശുവിനെ അറിയാൻ ഒരു കാരണമായേക്കാം. അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് അറിഞ്ഞ് ഇതിൻ്റെ അകത്ത് വന്നതെന്നുള്ളതും ശരി. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, അത് നിത്യത മാത്രമാണ്. നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ടതാണ്. നിത്യതയെക്കുറിച്ചാണ് നാം പഠിപ്പിക്കേണ്ടത്. നിത്യതയെക്കുറിച്ചാണ് നാം സംസാരിക്കേണ്ടത്. ഞാൻ വേദനയോടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്തായാലും എൻ്റെ അത്രയും ദൂരെ പോകേണ്ടവരാരും ഇല്ലല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ വേദപുസ്തകത്തിൽ ഞാൻ തലങ്ങും വിലങ്ങും പരിശോധിച്ചിട്ട് യേശുവോ അപ്പോസ്തലന്മാരോ സൗഖ്യമാക്കിയവരാരും അവരുടെ പുറകെ വണ്ടിക്കൂലിയും കൊടുത്ത് നടന്നതായി കണ്ടിട്ടില്ല. ഉണ്ടോ ഭാഷേ? യേശു ഗദരദേശത്ത് ഒരുത്തന്നെ സൗഖ്യമാക്കി. എന്നിട്ട് എങ്ങനെയുണ്ട്? പിന്നെ അയ്യോ സൂപ്പറല്ലേ, ഭയങ്കര സൗഖ്യമായിരുന്നു. നാളെ ഞാൻ എരിഹോ വരെ പോകുന്നുണ്ട്, നാളെ ആ വഴിയാ. അപ്പം നീ നാളെ ഒരു 5 മണിയാകുമ്പോൾ അവിടെ വരണം. ഇപ്പം ഈ ഗദരദേശത്ത് നടന്ന കാര്യമൊക്കെ അവിടെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് യേശു ആരെങ്കിലും ചിട്ടപ്പെടുത്തിയോ? പിറ്റേന്ന് യേശു എരിഹോവിൽ എത്തിയപ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാ പുരുഷാരെല്ലാം ഉണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ. ഇന്ന് പ്രത്യേകിച്ച് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഗദരദേശത്ത് നിന്ന് നമ്മുടെ ഒരു സഹോദരൻ ചാക്കോച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒത്തിരി ദൂരത്തുനിന്ന് കഷ്ടപ്പെട്ടാണ് പുള്ളി യാത്ര. എന്ത് ചാക്കോച്ചൻ വന്നേ? വരും. പറയൂ, പിന്നെ എങ്ങനെയായിരുന്നു ചാക്കോച്ച അനുഭവം? പറയൂ. ഞാൻ ഇവിടെ സെമിത്തേരിയിലായിരുന്നു കിടന്നിരുന്നു. ഓ, സെമിത്തേരിയിലായിരുന്നു ഈ മക്കളെ, സെമിത്തേരി. പറയൂ. തുണിയൊന്നും ഇല്ലാതെ അവിടെ മുറിവേൽപ്പിച്ച് കിടന്നു. ഓ, തുണിയില്ലായിരുന്നു ദൈവ മക്കളെ, തുണിയില്ല. പറയൂ. ഇങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല, ക്ഷമിക്കണം.
ഞാനിതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. കർത്താവ് സൗഖ്യമാക്കിയവരാരും വണ്ടിക്കൂലിയും കൊടുത്ത് പുറകെ നടന്ന് ഈ പോകുന്നിടത്തല്ല, ഓഹോ ഞാൻ ടി വി കൂടെ ഈ ബ്രദറിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ഈ ബ്രദറിൻ്റെ അങ്ങനെ ഈ ബ്രദറിൻ്റെ അടുത്ത് ഈ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സൗഖ്യമാക്കുന്നതും ദൈവമാണ്. ഈ മഹത്വമെല്ലാം തന്നെത്താൻ ചമഞ്ഞുകൊണ്ട് ആൾ ദൈവങ്ങളാകാൻ കളിക്കുന്ന ഇതെല്ലാം ദുരാത്മാവിന്റെ വ്യാപാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആമേ. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു, പക്ഷെ ഞാൻ കൃപാവരങ്ങളിൽ ശ്രേഷ്ഠനായതുകൊണ്ട് ഞാൻ ചെന്നങ്ങോട്ട് കൈ വച്ചുടനെ അവൻ ചാടി എഴുന്നേറ്റ് നടന്നു, കാരം അടിച്ചൊന്ന് സ്തുതിച്ചാട്ടെന്നൊന്നും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞു, എന്നാൽ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. മഹത്വം ദൈവത്തിന് കൊടുത്ത് വിഷയം വിട്ടു. അകത്ത് വന്നവന് ഒറ്റയാളെ പ്രൊജക്റ്റ് ചെയ്യാനുള്ളൂ, അത് കർത്താവാണ്, ആ നിത്യതയാണ്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അകത്തു വന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് എഴുതിയ ലേഖനം പറഞ്ഞു, ആകയാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ദൈവസഭയ്ക്കൊരു പ്രമാണമുണ്ട്. എന്താണ് ആ പ്രമാണം എന്നല്ലേ അടുത്ത ചോദ്യം. 2 കൊരിന്ത്യർ 6 അധ്യായം ഒടുവിലത്തെ വാക്യവും 7 അധ്യായം 1 വാക്യവും പ്രമാണം പറയുന്നു. ഇന്ന് അതിൽ തൊടുന്നില്ല, ഇനി ഒരു അവസരത്തിൽ പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. 2 കൊരിന്ത്യർ 6 ഒടുവിലത്തെ വാക്യം 7 അധ്യായം 1 വാക്യം 6 ഒടുവിൽ പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. 7:1 പറയുന്നു, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. വിശുദ്ധി, വേർപാട് എന്ന് പറയുന്ന പ്രമാണം ദൈവസഭയ്ക്കുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുമ്പോൾ ഒരു ചുവട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രമാണം വിട്ടു മാറാതെ അതിൽ ഉറച്ചു നിന്ന് മഹത്വം പ്രാപിക്കാൻ കഴിയും. ഈ ദിനങ്ങളിൽ ലേഖനങ്ങൾ പഠന വിഷയമാക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകളെന്ന് അവസാനിപ്പിക്കുന്നു. മനസ്സുണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എന്നാലും 15 മിനിറ്റോളം കൂടുതൽ പോയിട്ടും നിങ്ങൾ ഇരുന്നല്ലോ, അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.